പ്രിയപ്പെട്ട കൂട്ടുകാരെ, നിങ്ങൾ ഇന്ന് കേൾക്കാൻ പോകുന്നത് അഖിൽ പി ധർമ്മരാജിൻ്റെ റാം കെയർ ഓഫ് ആനന്ദി എന്ന നോവലിൻ്റെ 4ാമത്തെ ഭാഗമാണ്. ഇതിന് മുൻപുള്ള ഭാഗങ്ങൾ കേട്ടിട്ടില്ലാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ അതൊന്ന് കേട്ടതിന് ശേഷം ഇത് കേൾക്കാൻ ശ്രമിക്കുമല്ലോ. അതുപോലെ തന്നെ ചാനൽ ആദ്യമായി കാണുന്നവരുണ്ടെങ്കിലും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിലും ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അപ്പോൾ നമുക്ക് നേരെ കഥയിലേക്ക് കടക്കാം. 7. ഹൂഷ്. ഡോക്ടർ മുടിക്കുള്ളിൽ നിന്ന് തേനീച്ചയുടെ കൊമ്പ് ഊരിയെടുക്കുമ്പോൾ വെട്രി വേദന കൊണ്ട് പുളഞ്ഞു. അത്യാഹിത വിഭാഗത്തിൽ 9ഓളം ആളുകൾ തേനീച്ചയുടെ കുത്തേറ്റ് വന്നിട്ടുണ്ടായിരുന്നു. അതിൽ 5 പേർ പാട്ടിയും കൂട്ടരുമായിരുന്നു. ബാക്കിയുള്ള 4 പേർ പാട്ടിയുടെ വീടിൻ്റെ പരിസരത്ത് താമസിക്കുന്നവരും. അവരെ കുത്താനിട്ട് ഒട്ടിച്ച തേനീച്ചകൾ റോഡിലെ പൈപ്പിൻ ചുവട്ടിൽ നിന്ന് പരദൂഷണം പറഞ്ഞുകൊണ്ടിരുന്ന 4 സ്ത്രീകളെയും ആക്രമിച്ചു. ഒടുവിൽ ആരൊക്കെ ചേർന്ന് അവർ 9 പേരെയും ഒരു വണ്ടിയിൽ കയറ്റി തൊട്ടടുത്തുള്ള ആശുപത്രിയിൽ എത്തിക്കുകയായിരുന്നു. മുഖമൊക്കെ ചെറിഞ്ഞ് തടിച്ച കൂട്ടത്തിൽ രേഷ്മയുടെ മൂക്കുകൂടി നീരവിച്ചിരിക്കുന്നത് കണ്ട് റാം പൊട്ടിച്ചിരിച്ചു. അവൻ്റെ 2 കണ്ണിൻ്റെയും താഴെയായിരുന്നു കുത്തേറ്റത്. അവിടെ ആകെ നീര് വെച്ച് അവനെ കണ്ടാൽ ഒരു ചൈനക്കാരനെ പോലെ തോന്നിച്ചു. ആനന്ദിയുടെ 2 കവിളിലും നെറ്റിയിലും കഴുത്തിലുമെല്ലാം കുത്തുകിട്ടി. വെട്രിയുടെ തലയിലും നെറ്റിയിലും ചെന്തയ്ക്കും പാട്ടിയുടെ ചുണ്ടിലും മൂക്കിലും കൈക്കും കുത്തുകിട്ടി. അവർ 4 പേരും തങ്ങളുടെ നീര് വന്ന് വീർത്ത കോലങ്ങൾ കണ്ട് പരസ്പരം നോക്കി നിർത്താതെ ചിരിച്ചു. കുത്തുകിട്ടിയ 4 സ്ത്രീകളും അവർ ചിരിക്കുന്നത് കണ്ട് അത്ര രസമില്ലാത്ത രീതിയിൽ അടുത്തുള്ള കട്ടിലിൽ നോക്കിയിരുന്നു. ഒരു ഡാഷ് തേനീച്ച എൻ്റെ അമ്മിഞ്ഞിക്കിട്ടാ കുത്തിയത്. അത് ഞാൻ ഡോക്ടറോട് പറഞ്ഞിട്ടില്ല. എൻ്റെ വീട്ടിൽ ചെന്നിട്ട് പുരുഷനെ കൊണ്ട് നോക്കിപ്പിക്കണം. മല്ലിക എന്ന പേരുള്ള സ്ത്രീ അടുത്തിരുന്ന മൂവരോടും അടക്കം പറയും പോലെ പറഞ്ഞു. ആശുപത്രിയിൽ നിന്നും ഇറങ്ങുമ്പോൾ വൈകിട്ട് 5 മണിയായിരുന്നു. വീട്ടിലെത്തിയിട്ട് നമുക്കിതിനെ മൊത്തം തീവെച്ച് കൊല്ലണം പാട്ടി, തെരുവിലൂടെ നടക്കുന്നതിനിടയിൽ വെട്രി പറഞ്ഞു. അവർ 5 പേരുടെയും കോലം കണ്ട് തെരുവിലൂടെ നടന്നു പോകുന്നവരൊക്കെ അവരെ ശ്രദ്ധിച്ചു നോക്കി. അവ താത്തായുടെ സമയത്തെ അവിടെ ഉള്ളതാ വെട്രി, അവയെ ഉപദ്രവിക്കേണ്ട, പാട്ടി നടത്തത്തിനിടയിൽ പറഞ്ഞു. നിങ്ങൾക്ക് ഭ്രാന്താണ് കിളവി, എന്ത് പറഞ്ഞാലും താത്തായുടെ ഓർമ്മ വന്ന് ഓർമ്മകൾ ഓടിച്ചിട്ട് കുത്താനും തുടങ്ങിയല്ലോ, അനുഭവിച്ചോ. വെട്രി പിന്നെ ഒന്നും മിണ്ടിയില്ല. തിരികെ വീട്ടിലെത്തുമ്പോൾ മുറ്റത്ത് ആനന്ദിയുടെ ടവലും സെന്തട്ടിപ്പൊടിയുടെ ടിൻ ചളുങ്ങിയതും കിടപ്പുണ്ടായിരുന്നു. അത് കണ്ടതും റാം ആനന്ദിയെ ഒന്ന് നോക്കി. അവളുടെ കവിൾത്തടം രണ്ടും ആരോ അടിച്ചു പൊളിച്ചതുപോലെ നീര് വന്നിരിക്കുന്നത് കണ്ടപ്പോൾ അവൻ അല്പം സമാധാനമുണ്ടായി. ആനന്ദിയും അവനെ ഒന്ന് പാളി നോക്കി. കൺതടം രണ്ടും വീർത്തിരിക്കുന്നതിനാൽ അവന് നേരെ ചൊവ്വെ കണ്ണുകൾ കാണാൻ പറ്റുന്നുണ്ടോ എന്ന് പോലും അവൾ സംശയിച്ചു. താനാണല്ലോ തേനീച്ച ഇളകാനുള്ള പ്രധാന കാരണം എന്ന പൂർണ്ണ ബോധ്യമുണ്ടായതിനാൽ രേഷ്മ ഒന്നും മിണ്ടിയില്ല. അപ്പോഴും മുകളിലെ മുറിയിലെ ഹോം തിയേറ്ററിൽ നിന്നും ഏതോ ഒരു പാട്ട് കേൾക്കുന്നുണ്ടായിരുന്നു. 4 പേരും ആര്യവെപ്പിൻ്റെ മുകളിലെ കൊമ്പിലേക്ക് നോക്കി. ഒന്നും തന്നെ സംഭവിക്കാത്തതുപോലെ തേനീച്ചകളെല്ലാം വീണ്ടും അവിടെ തന്നെ ഒത്തുകൂടിയിരുന്നു. ഭക്ഷണം കഴിച്ചതിന് ശേഷം അധിക നേരം അവിടെ നിൽക്കാതെ വെട്രിയുടെ ഒരു കൂളിംഗ് ഗ്ലാസും വാങ്ങിവെച്ച് റാം രേഷ്മയുടെ ഒപ്പം കയറി ഗിണ്ടി വരെ പോയി. ഇതിന് ഇവൾക്കിട്ട് നല്ല ഒരു പണി കൊടുക്കണം റാം. വണ്ടിയിൽ നിന്നും റാം ഇറങ്ങുമ്പോൾ രേഷ്മ പറഞ്ഞു. റാം അവൻ്റെ കൂളിംഗ് ഗ്ലാസ് അവളെ ഊരിക്കാട്ടി. നിൻ്റെ ഈ നീര് വെച്ച മൂക്കം വച്ച് എൻ്റെ ഈ മുഖത്ത് നോക്കി നിനക്ക് എങ്ങനെ ഇത് പറയാൻ തോന്നുന്നടി ശവമേ. മര്യാദയ്ക്ക് വീട്ടിൽ പൊയ്ക്കോ, ഇല്ലെങ്കിൽ നിൻ്റെ അന്ത്യം എൻ്റെ കൈ ഉണ്ടാവും. അവളും അവളുടെ സെന്തട്ടിപ്പൊടിയും ഓടിക്കോ. അത് കേട്ടതും രേഷ്മ ഹെൽമെറ്റിൻ്റെ ഗ്ലാസ് താഴ്ത്തി വണ്ടി പറത്തി വിട്ടു. ബസ്സൊക്കെ കയറി റാം ഫ്ലാറ്റിലെത്തി. കോളിംഗ് ബെല്ലടിച്ചു. കിരണായിരുന്നു വന്ന് ഡോർ തുറന്നത്. കൂളിംഗ് ഗ്ലാസ്സൊക്കെ വെച്ച് നിൽക്കുന്ന റാമിനെ കണ്ടപ്പോൾ അവൻ ചിരിച്ചു. പുതിയ ഗെറ്റപ്പാണോ? ഓ യാ, എങ്കിൽ ഓയ കമോൺ ബേബി. കളിയാക്കിക്കൊണ്ട് റാമിൻ്റെ ശരീരത്തിലൊക്കെ തഴുകി കിരൺ അവനെ അകത്തേക്ക് കൂട്ടിക്കൊണ്ടുപോയി. ബിനീഷേട്ടൻ ഓഫീസിൽ നിന്നും എത്തി ഡ്രസ്സ് മാറി പുറത്തേക്ക് വരുന്നതേ ഉണ്ടായിരുന്നുള്ളൂ. അയാളെ കണ്ടതും റാം മുഖത്തു നിന്നും കൂളിംഗ് ഗ്ലാസ് ഊരിക്കാട്ടി. ചിരിച്ചുകൊണ്ട് നിന്ന കിരണും ബിനീഷേട്ടനും ഒരുപോലെ ഞെട്ടിപ്പോയി. ആദ്യം ഭയപ്പെട്ടെങ്കിലും അവിടെ നടന്ന കാര്യങ്ങൾ അത്രയും റാം പറഞ്ഞപ്പോൾ അവരിരുവരും കുറേ ചിരിച്ചു. രാത്രിയിൽ ആശുപത്രിയിൽ നിന്നും കൊടുത്ത മരുന്ന് കഴിച്ച ശേഷം റാം നേരത്തെ തന്നെ ഉറങ്ങാൻ കിടന്നു. 2. പിറ്റേന്ന് റാം ഉണർന്നയുടൻ കണ്ണാടിയിൽ പോയി മുഖം നോക്കി. നീരിന് അല്പം കുറവുണ്ടായിരുന്നു. ആ സമാധാനത്തോടെ അവൻ ബാത്റൂമിലേക്ക് ഫ്രഷ് ആവാൻ കയറി. ഞായറാഴ്ചയായിരുന്നതിനാൽ ബിനീഷേട്ടനും പോകേണ്ടിയിരുന്നില്ല. കിരൺ എഴുന്നേറ്റ് വന്നപ്പോൾ തന്നെ സമയം 8 മണിയായിരുന്നു. ഫുഡ് ഞാൻ ഓൺലൈനായി ഓർഡർ ചെയ്തിട്ടുണ്ട്. നീ ഈ കണ്ണും വെച്ച് അടുക്കളയിൽ കയറാൻ നിൽക്കണ്ട, ബിനീഷേട്ടൻ മുറിയിൽ നിന്നും വെളിയിലേക്ക് വന്നുകൊണ്ട് പറഞ്ഞു. അങ്ങനെയെങ്കിൽ ഉച്ചയ്ക്ക് നമുക്ക് ബിരിയാണി ഉണ്ടാക്കിയാലോ? കിരൺ ബിനീഷേട്ടനോട് ചോദിച്ചു. നീ വേണ്ടതൊക്കെ അരിഞ്ഞു തരുമെങ്കിൽ ബിരിയാണി ഉണ്ടാക്കുന്ന കാര്യം ഞാനേറ്റു, അയാൾ ഷർട്ടിൻ്റെ കൈ തീർത്തുകൊണ്ട് പറഞ്ഞു. ബിനീഷും കിരണും കൂടി ചിക്കൻ ബിരിയാണി ഉണ്ടാക്കാനുള്ള സാധനങ്ങൾ വാങ്ങാൻ
തെരുവിലേക്ക് പോയി. ആ സമയത്ത് റാം വെട്രിയെയും രേഷ്മയെയും വീഡിയോ കോൾ ചെയ്തു. അവരിരുവരുടെ മുഖങ്ങളും തനിക്ക് സമാനമാണെന്ന് കണ്ടപ്പോൾ റാമിന് അല്പം കൂടി സമാധാനമായി. പിറ്റേന്ന് ക്ലാസ്സിൽ താൻ ഒറ്റപ്പെടില്ലല്ലോ എന്നതായിരുന്നു പ്രധാന ആശ്വാസം. ശേഷം അവൻ നാട്ടിലേക്ക് വിളിച്ച് അമ്മയോടും തലേന്നത്തെ വിശേഷങ്ങൾ പങ്കുവച്ചു. അവൻ്റെ അമ്മയും നടന്ന സംഭവങ്ങളൊക്കെ കേട്ട് നിർത്താതെ ചിരിച്ചു. അന്നത്തെ ദിവസത്തിൽ പകുതി സമയം ബിരിയാണി ഉണ്ടാക്കിയും ബാക്കി പകുതി സമയം ബിരിയാണിയിൽ ചേർത്ത എസൻസ് കൂടിപ്പോയതിനാൽ മാറി മാറി ടോയ്ലറ്റിൽ പോയും അവർ 3 പേരും തള്ളി നീക്കി. 3 പിറ്റേന്ന് കാലത്തും റാം എഴുന്നേറ്റയുടൻ കണ്ണാടിയിൽ പോയി മുഖം നോക്കി. മുഖത്തിന് ചെറിയ വീക്കം ഉണ്ടായിരുന്നെങ്കിലും നീര് നല്ല രീതിയിൽ കുറഞ്ഞുവെന്ന് അവന് മനസ്സിലായി. താങ്ക് ഗോഡ്. ഇനി മുതൽ തമിഴ്നാട് മൂഡ് ഓഫ്, കേരള മൂഡ് ഓൺ. അതാവും ശരീരത്തിന് നല്ലത്, അവൻ ആശ്വാസത്തോടെ പറഞ്ഞു. പതുപോലെ ബിനിച്ചേട്ടൻ പോയതിന് പിന്നാലെ അവനും കിരണും വീട് വിട്ടിറങ്ങി. 52-ാം നമ്പർ ബസ് കയറി ഗിണ്ടിയിൽ ഇറങ്ങി സബ്വേയിലൂടെ റെയിൽവേ സ്റ്റേഷനിലേക്ക് നടക്കുമ്പോൾ വഴിയരികിൽ ഒരു ഭാഗത്തായി താനുമായി പ്രശ്നമുണ്ടാക്കിയ ഹിജഡയും അവരുടെ കൂട്ടാളികളിൽ നിൽക്കുന്നത് കണ്ടപ്പോൾ റാം ഒരു നിമിഷം നിന്നു. എന്നിട്ട് അപ്പോൾ അവൻ്റെ സമീപത്തുകൂടി ഒരു പറ്റം ബംഗാളി പണിക്കാരുടെ കൂട്ടത്തിനൊപ്പം കയറി നടന്നു. റെയിൽവേ മേൽപ്പാലം കയറി പ്ലാറ്റ്ഫോം നമ്പർ 2-ലേക്ക് ഇറങ്ങുമ്പോൾ റാം വാച്ചിലേക്ക് നോക്കി. സമയം 9:05. ട്രെയിൻ വരാൻ ഇനിയും 10 മിനിറ്റ് കൂടിയുണ്ട്. തൽക്കാലം അല്പം മാറി നിൽക്കാമെന്ന് കരുതിയതും തോളിൽ ആരോ തട്ടി. ഒരു ഞെട്ടലോടെ അവൻ തിരിഞ്ഞു നോക്കിയതും ഓലപ്പടക്കത്തിൻ്റെ അത്ര ചെറുവലിപ്പത്തിൽ ഉണ്ടാക്കിയ സമൂസ കൂടയിൽ കൊണ്ടു നടന്ന് വിൽക്കുന്ന ഒരു വൃത്തിയാണ്. മോനെ, ചൂട് സമൂസയാ, 5 എടുക്കട്ടെ? 10 രൂപയേ ഉള്ളൂ. വേണ്ടമ്മച്ചി, ഞാൻ ഇതൊന്നും കഴിക്കില്ല. റാം അത് പറഞ്ഞിട്ട് അവരിൽ നിന്ന് അല്പം കൂടി മാറി നിന്നു. വീണ്ടും അവർ തോളിൽ തട്ടിയപ്പോൾ ഇതെന്തൊരു ശല്യമാണ് എന്ന രീതിക്ക് അവൻ വീണ്ടും തിരിഞ്ഞു. അപ്പോൾ അവിടെ കണ്ടത് ഹിജഡയെയാണ്. അവരെ കണ്ടതും റാം ഒന്ന് പരുങ്ങി. എന്നിട്ട് ഷർട്ടിൻ്റെ പോക്കറ്റും അതിനകത്തിരുന്ന പണവും ചേർന്ന് അമർത്തി പിടിച്ചു. അത് കണ്ടതും അവൾ അവനെ ഒറ്റപ്പുരികം ഉയർത്തി ഒരു നോട്ടം നോക്കി. ശേഷം കയ്യിലിരുന്ന ഒരു ചെറിയ ലോഹട്ടിൻ അവൻ്റെ നേർക്ക് നീട്ടി. ഇത് പിടിക്ക്, അവർ പറഞ്ഞു. എന്താ ഇത്? ഇത് ഞാൻ മുറുക്കി തുപ്പിയതാ, വാങ്ങടാ. അവരുടെ ശബ്ദം കനത്തു. ഞെട്ടിപ്പോയ റാം വെട്രി പറഞ്ഞ കാര്യങ്ങൾ വീണ്ടും മനസ്സിലോർത്തു. ആരെങ്കിലും എടാ എന്ന് വിളിച്ചാൽ എന്താടാന്ന് തിരിച്ച് ചോദിക്കാനുള്ള ആർജവം ഉണ്ടാവണം. എങ്കിലേ തമിഴ്നാട്ടിൽ ജീവിക്കാൻ പറ്റൂ. ആ സമയത്ത് കേരള മോഡ് ഓഫ് ചെയ്ത് തമിഴ്നാട് മൂഡ് ഓൺ ചെയ്യണം. ഈ കാര്യങ്ങൾ മനസ്സിലുള്ളതിനാൽ അവൻ ആ ടിൻ വാങ്ങാൻ കൂട്ടാക്കിയില്ല. നിങ്ങൾ പോയില്ലെങ്കിൽ ഞാൻ പോലീസിനെ വിളിക്കും. റാം അവരുടെ മുഖത്ത് നോക്കാതെ നിലത്തേക്ക് നോക്കി പറഞ്ഞു. തൽക്ഷണം മുൻപ് ട്രെയിനിൽ വെച്ച് വഴക്കിട്ടപ്പോൾ കയറി നിന്നതുപോലെ അവൻ്റെ അടുത്തേക്ക് അവർ കൂടുതൽ ചേർന്ന് നിന്നിട്ട് അവൻ്റെ കണ്ണുകളിലേക്ക് രൂക്ഷമായി നോക്കി. ഒരു നാൾ റാമിൻ്റെ ഉറക്കം കെടുത്തിയ മഞ്ഞളിൻ്റെയും പെർഫ്യൂമിൻ്റെയും ഗന്ധം വീണ്ടും അവൻ്റെ മൂക്കിനുള്ളിലേക്ക് തുളച്ചു കയറി. മര്യാദയ്ക്ക് ഇത് വാങ്ങടാ, അവൾ പല്ല് കടിച്ചു പിടിച്ചുകൊണ്ട് പറഞ്ഞു. റാം ചുറ്റും ഒന്ന് കണ്ണോടിച്ചപ്പോൾ പ്ലാറ്റ്ഫോമിൽ നിന്നിരുന്ന ആളുകളൊക്കെ അവനെ തന്നെ നോക്കി നിൽക്കുന്നത് കണ്ട്. ആ സമയത്ത് ഒരു പോലീസുകാരൻ പോലും തൻ്റെ രക്ഷയ്ക്കായി ചുറ്റുമില്ലെന്ന് അവൻ മനസ്സിലാക്കി. മനസ്സിൽ മാറ്റം വരുത്തിയ തമിഴ്നാട് മൂഡ് താനെ കേരള മൂഡിലേക്ക് വന്നതവൻ തിരിച്ചറിഞ്ഞു. ശേഷം അവരുടെ കയ്യിൽ നിന്നും ആ ചെറിയ ടിൻ അറപ്പോടെ വാങ്ങിപ്പിടിച്ചു. ആ നേരത്ത് താനൊരു ഭീരുവാണെന്ന് അവന് സ്വയം തോന്നി. അവൻ അത് വാങ്ങിയതും ഹിജഡ റാമിൽ നിന്നും അകന്നു മാറി. ആ സമയത്ത് ദൂരെ നിന്നും ട്രെയിനിൻ്റെ ഹോൺ ശബ്ദം മുഴങ്ങി കേട്ടു. ആളുകൾ ഇരിപ്പിടത്തിൽ നിന്നും എഴുന്നേറ്റ് പ്ലാറ്റ്ഫോമിൻ്റെ അരികിലേക്ക് നീങ്ങി നിന്നു. ട്രെയിൻ വന്നു നിന്നപ്പോൾ ഹിജഡയെ ഒരിക്കൽ കൂടി നോക്കിയതിനു ശേഷം അവൻ കമ്പാർട്ട്മെൻറ്റിൻ്റെ അകത്തേക്ക് കയറി. അവൻ കയറിയതും അവരും അവൻ്റെ പിന്നാലെ കയറി. ട്രെയിൻ മുന്നോട്ട് പോയി. ആ ബോഗിയിലുള്ള ആരോടും അവരന്ന് പണം ചോദിച്ചില്ല. പകരം റാം ഇരിക്കുന്ന സീറ്റിനരികിൽ തന്നെ അവനെയും നോക്കി കൈപ്പിടിയിൽ തൂങ്ങി നിന്നു. അവനാണെങ്കിൽ തനിക്ക് കിട്ടിയ ഒരു സീറ്റിൽ ആ ലോഹട്ടിനും പിടിച്ച് ഇരിപ്പുറപ്പിച്ചു. ഇടയ്ക്കൂടെ അവൻ ആ ഹിജഡയെ നോക്കുമ്പോൾ അവർ അവനെ തന്നെ നോക്കി നിൽക്കുന്നത് കാണുകയും തൻ്റെ നോട്ടം തൽക്ഷണം പിൻവലിക്കുകയും ചെയ്തു. ഏകദേശം 10 മിനിറ്റ് കഴിഞ്ഞപ്പോഴേക്കും നൊങ്കമ്പാക്കം സ്റ്റേഷനിലെത്തി. അവൻ ഇറങ്ങിയതും അവരും അവൻ്റെ ഒപ്പം ഇറങ്ങി. എന്താണ് അവരുടെ ഉദ്ദേശമെന്ന് മനസ്സിലാവാതെ റാം കോളേജ് ലക്ഷ്യമാക്കി വേഗത്തിൽ നടന്നു. ഇടയ്ക്കിടെ തിരിഞ്ഞു നോക്കുമ്പോൾ അവർ തൻ്റെ പിന്നാലെ തന്നെ ഉണ്ടെന്നവൻ തിരിച്ചറിഞ്ഞു. ട്രെയിൻ ഇറങ്ങിയ ശേഷം ആ ടിൻ എറിഞ്ഞു കളയാം എന്ന അവൻ്റെ ഉദ്ദേശവും അങ്ങനെ പാളിപ്പോയി. ദൈവമേ, എൻ്റെ ഒരു വിധിയെ! ഒരു ഹിജഡയെ പേടിച്ച് അവൻ മുറുക്കി തുപ്പിയതും കയ്യിൽ കൊണ്ട് നടക്കുന്നു. സ്വയം ശപിച്ചുകൊണ്ട് അവൻ ആ ടിന്നിലേക്ക് നോക്കി. ഞാനൊരു ഭീരു തന്നെ. അല്ലെങ്കിൽ ആളുകൾ ഒരു വിലയും കൊടുക്കാത്ത ഹിജഡകളെ പേടിച്ച് ഇങ്ങനെ വേഗത്തിൽ നടക്കുമോ? വെട്രി പറഞ്ഞതുപോലെ എന്നെപ്പോലൊരുവന് പറ്റിയ സ്ഥലമല്ല ചെന്നൈ. എങ്കിലും ഇവർക്ക് എന്നെ ഇങ്ങനെ ഉപദ്രവിക്കുമ്പോൾ എന്ത് സുഖമാണ് ലഭിക്കുന്നത്?
എങ്ങനെ ഓരോന്ന് ചിന്തിച്ചുകൊണ്ട് നടന്നപ്പോഴേക്കും അവൻ കോളേജിൻ്റെ മുന്നിലുള്ള തണൽ മരങ്ങൾക്കരികിലേക്ക് എത്തിയിരുന്നു. ആ സമയത്ത് ആനന്ദി മുഖത്തടിച്ച ഓർമ്മകൾ കൂടി അവൻ്റെ ഉള്ളിൽ തികട്ടി വന്നു. കോളേജ് ഗേറ്റ് കടന്ന് അകത്തേക്ക് കയറുമ്പോൾ അവൻ ഒരിക്കൽ കൂടി തിരിഞ്ഞു നോക്കി. ഹിജഡ ആ തണൽ മരത്തിൻ്റെ ചുവട്ടിൽ അവനെയും നോക്കി നിൽക്കുന്നത് കണ്ടു. കയ്യിൽ ഒരു ടിന്നുമായി പടികൾ കയറി വരുന്ന റാമിനെ കണ്ടതും ആനന്ദി ഒരുമാതിരി നോക്കി. അതിൽ സിന്തറ്റിക് പൊടിയാണോ എന്നവൾ സംശയിച്ചു. റാം അവളുടെ മുഖത്തേക്ക് നോക്കിയതും കവിളിൽ രണ്ടിടത്ത് നീര് മിച്ചമുള്ളത് കണ്ടു. എന്തേ? അവൾ അവനെ സൂക്ഷിച്ചു നോക്കുന്നത് കണ്ടതും അവൻ ചോദിച്ചു. എന്ത്? പൊടി. നീ പോടാ, നിനക്കിട്ടുള്ളത് കഴിഞ്ഞിട്ടില്ല, വരുന്നതേ ഉള്ളൂ. പടികൾ കയറി ക്ലാസ്സിലേക്ക് പോകുന്നതിനിടയിൽ അവൻ പറഞ്ഞു. മുകളിലേക്ക് പോകുന്നതിനിടയിൽ ഹിജഡ കൊടുത്ത ടിൻ അവൻ വേസ്റ്റ് ബക്കറ്റിൻ്റെ മൂടി ചവിട്ടി തുറന്ന് അതിലേക്കിട്ടു. എന്നിട്ട് ക്ലാസ്സിലേക്ക് കയറിപ്പോയി. 8. അന്ന് തയ്യലൻ സാറിൻ്റെ വക സിനിമാറ്റോഗ്രാഫിയെ പറ്റിയായിരുന്നു ക്ലാസ്. ഉച്ചവരെ ആ ക്ലാസ് നീണ്ടു. ഉച്ചയ്ക്ക് ലഞ്ച് ബ്രേക്കിന് വെളിയിലേക്ക് ഇറങ്ങുമ്പോൾ റാം വെട്രിയോടും രേഷ്മയോടും ഹിജഡ കൊടുത്ത ടിന്നിനെ പറ്റി പറഞ്ഞു. രേഷ്മയും വെട്രിയും കൂടി അത് തുറന്നു നോക്കാതെ കളഞ്ഞതിന് റാമിനെ കുറേ ചീത്ത പറഞ്ഞു. വേസ്റ്റ് ബാസ്ക്കറ്റിൽ നോക്കിയപ്പോൾ അത് ക്ലീൻ ചെയ്തെന്ന് മനസ്സിലായി. അമ്മ ഉണവകത്തിലേക്ക് നടക്കുമ്പോൾ വെട്രിയും രേഷ്മയും അവനെ കുറ്റപ്പെടുത്തിക്കൊണ്ടിരുന്നു. അവരവിടെ എത്തുമ്പോൾ ആനന്ദി പതിവ് പോലെ തൈര് സാധവും വാങ്ങി ഉണവകത്തിൻ്റെ സിമൻറ്റ് ബെഞ്ചിൽ സ്ഥാനം പിടിച്ചിരുന്നു. ഭക്ഷണം വാങ്ങുവാനായി ക്യൂ നിൽക്കുമ്പോൾ ഉണവകത്തിൽ വിളമ്പാൻ നിൽക്കുന്ന അക്ക വെട്രിയെയും രേഷ്മയെയും റാമിനെയും മാറി മാറി നോക്കി. അവരുടെ മുഖത്തൊക്കെ നീര് വച്ചിരിക്കുന്നത് കണ്ടപ്പോൾ ആ സ്ത്രീയുടെ മുഖത്ത് ഒരു പുഞ്ചിരി ഉണ്ടായി. നിൻ്റെയൊക്കെ കയ്യിലിരിപ്പിന് എവിടുന്നേലും അടി കിട്ടുമെന്ന് എനിക്ക് ഉറപ്പുണ്ടായിരുന്നു. അവർ പറഞ്ഞത് കൃത്യമായി രേഷ്മയ്ക്ക് കൊളുത്തി. എടി ചൂലെ, നിന്നെ ഞാൻ ചെരുപ്പൂരി അടിക്കും. അത് കേട്ടതും വെട്രി അവളെ പിടിച്ചു മാറ്റി. ദയവ് ചെയ്ത് നീ ഇവിടെ നിന്നുള്ള അന്നം മുട്ടിക്കരുത്. അടുത്ത ഉണവകത്തിലേക്ക് ഇവിടുന്ന് 2 കിലോമീറ്റർ പോകണം. അത് കേട്ടതും രേഷ്മ ഒന്ന് അടങ്ങി. വെട്രി ഭക്ഷണം വാങ്ങി. പിന്നാലെ റാമും തൊട്ടു പിന്നാലെ രേഷ്മയും വാങ്ങി. ചീ ചീ. വിളമ്പുന്ന സ്ത്രീ അവളെ നോക്കി ആട്ടിയതും അവളും തിരികെ ആട്ടി. കൈ കഴുകി പാത്രം തിരികെ വെക്കുമ്പോൾ അവർ രേഷ്മയെയും വൈരാഗ്യത്തോടെ നോക്കി. രേഷ്മേ, നിനക്ക് ഈ താർതല പറച്ചിലും എടുത്തിയാട്ടവും ഇത്തിരി കൂടുന്നുണ്ട്. ഉണവകത്തിൽ നിന്നും ഇറങ്ങി തെരുവിലൂടെ നടക്കുന്നതിനിടയിൽ വെട്രി പറഞ്ഞു. ഞാനും അത് പറയാനിരിക്കുകയായിരുന്നു. റാമും വെട്രിയെ പിന്തുണച്ചു. രേഷ്മ പുച്ഛഭാവത്തിൽ അവർക്കൊപ്പം നടന്നു. വെയിലിന് നല്ല ചൂടുണ്ടായിരുന്നുവെങ്കിലും തെരുവിൽ കച്ചവടങ്ങൾ തകൃതിയായി നടക്കുന്നുണ്ടായിരുന്നു. മിക്ക ടീ ഷോപ്പുകളിലെയും ബെഞ്ചുകളും കസേരകളും നിറഞ്ഞു തന്നെ കാണപ്പെട്ടു. ഏയ് ഹലോ. തെരുവുകളിലൂടെ ഓരോന്നും നോക്കി നടക്കുന്നതിനിടയിൽ പിന്നിൽ നിന്നും ആനന്ദിയുടെ ശബ്ദം കേട്ട് 3 പേരും തിരിഞ്ഞു നോക്കി. ആനന്ദിയെ കണ്ടതും എന്തു വേണം എന്ന മുഖഭാവത്തിൽ അവർ 3 പേരും നിന്നിരുന്ന് അവിടെ തന്നെ നിന്നു. ശ്രീറാം ഒന്നിങ്ങി വരുമോ? അത് കേട്ടതും റാം വെട്രിയെ ഒന്ന് നോക്കി. മച്ചാ, കഴിഞ്ഞ ദിവസത്തെ അതേ ടോണിലുള്ള വിളി. വെട്രി പറഞ്ഞു. ആഹാ, ഇന്ന് റാമിനെ എങ്ങാൻ അവൾ തൊട്ടാൽ അവൾ വിവരം അറിയും. ഉണവകത്തിലെ ആ മൂദേവിക്കിട്ടുള്ളത് ഈ മൂദേവിക്കിട്ട് ഞാൻ കൊടുക്കും. അത് പറഞ്ഞിട്ട് രേഷ്മ ആനന്ദിയുടെ അടുത്തേക്ക് നടന്നു ചെന്നു. നീ എനിക്ക് തല്ലുകിട്ടിയ കാര്യം രേഷ്മയോട് പറഞ്ഞല്ലേടാ ചതിയാ. രേഷ്മ അരികിൽ നിന്നും പോയതും റാം വെട്രിയുടെ കാലിനിട്ടൊരു ചവിട്ട് കൊടുത്തു. എന്താടി? ആനന്ദിയുടെ അരികിലേക്ക് നടന്നെത്തിയ രേഷ്മയോട് ചോദിച്ചു. നീയാണോ ശ്രീറാം? അതെ, തൽക്കാലം ഞാനാണ് ശ്രീറാം. നീ കാര്യം പറഞ്ഞാൽ മതി. ഒരു നിമിഷം ചിന്തിച്ച ശേഷം ആനന്ദി സൈഡ് ബാഗിൽ നിന്നും ഒരു ടിൻ എടുത്ത് രേഷ്മയുടെ കയ്യിൽ വെച്ചു കൊടുത്തു. ഇതിനകത്ത് കാശുണ്ടായിരുന്നു. വേസ്റ്റ് എടുക്കാൻ വന്ന അക്ക തിരിച്ചു കൊണ്ടുവന്ന് തന്നതാണ്. അത് പറഞ്ഞിട്ട് രേഷ്മയെ അടിമുടി ഒന്ന് നോക്കിയിട്ട് അവൾ തിരിച്ചു നടന്നുപോയി. ടിൻ കൊടുക്കുന്നത് കണ്ട് റാമും വെട്രിയും അങ്ങോട്ടേക്ക് ഓടിച്ചെന്നു. അപ്പോഴേക്കും ആനന്ദി പോയിക്കഴിഞ്ഞിരുന്നു. രേഷ്മ ടിൻ തുറന്നു നോക്കുമ്പോൾ അതിൽ 100 രൂപയുടെ ഒരു ഒറ്റ നോട്ടും പിന്നെ 10ൻ്റെയും 20ൻ്റെയും കുറേ നോട്ടുകളും ചുരുട്ടി വച്ചിരിക്കുന്നത് കണ്ടു. കൂട്ടത്തിൽ ഒരു പേപ്പറും. രേഷ്മ ആ പേപ്പറിൽ തമിഴിൽ എഴുതിയിരിക്കുന്ന വടിവത്ത വാക്കുകൾ വായിച്ചു നോക്കി. ഞാൻ ആരെയും ഉപദ്രവിക്കാറില്ല. നിന്നെ കണ്ടപ്പോൾ അങ്ങനെ ചെയ്യാതിരിക്കുവാനും കഴിഞ്ഞില്ല. എന്നോട് ക്ഷമിക്കണം. നിന്റെ കയ്യിൽ നിന്നും എടുത്ത അതേ നോട്ടും കീറിയ ഷർട്ടിന് പകരം പുതിയത് വാങ്ങാനുള്ള പണവും ഇതോടൊപ്പം വയ്ക്കുന്നു. എന്നെ കണ്ടാൽ ആളുകൾക്ക് ഉപദ്രവിക്കാൻ തോന്നുമോ? രേഷ്മ അത് വായിച്ചു കഴിഞ്ഞതും റാം ഞെട്ടലോടെ ചോദിച്ചു. വെട്രിയും രേഷ്മയും അവനെ അടിമുടി ഒന്ന് നോക്കി. ഏയ് ഇല്ലില്ല. ഇരുവരും ഒരുപോലെ പറഞ്ഞു. തിരികെ ക്ലാസ്സിലെത്തിയ ശേഷവും റാമിൻ്റെ ചിന്ത മുഴുവൻ ആ ഹിജഡ എഴുതിയ വാചകങ്ങളെക്കുറിച്ചായിരുന്നു. അവരെന്തിനാവും തന്നെ ഉപദ്രവിച്ചത് മനഃപൂർവ്വമാണെന്ന് പറഞ്ഞത്? റാം, വാട്ട് ഹാപ്പൻഡ്? ക്ലാസ് എടുത്തുകൊണ്ടിരുന്ന ശിവസാർ ചോദിച്ചു. നത്തിങ് സാർ, സോറി. ഓക്കെ. ശിവസാർ വീണ്ടും ക്ലാസ് തുടർന്നു. നിങ്ങൾക്ക് ഞാൻ ആദ്യത്തെ ടാസ്ക് തരാൻ പോകുകയാണ്. ഒരു പയ്യൻ ഒരു പെൺകുട്ടിയോട് എന്തെങ്കിലും വെറൈറ്റി രീതിയിൽ ഇഷ്ടമാണെന്ന് പറയുന്ന 2 മിനിറ്റ് ദൈർഘ്യമുള്ള ഒരു ഷോർട്ട് ഫിലിം നിങ്ങൾ ഷൂട്ട് ചെയ്യണം.
അതിനുള്ള ക്യാമറയും എക്യുപ്മെൻറ്റ്സുമൊക്കെ നിങ്ങൾക്ക് വേണ്ട സമയം പറഞ്ഞാൽ റിസപ്ഷനിലെ രജിസ്റ്ററിൽ സൈൻ ചെയ്ത ശേഷം വാങ്ങി ഉപയോഗിക്കാം. ഷൂട്ട് ചെയ്ത ശേഷം വീഡിയോ എഡിറ്റിംഗ് കോഴ്സ് ചെയ്യുന്ന സ്റ്റുഡൻസ് നിങ്ങളെ എഡിറ്റിംഗ് ചെയ്യാൻ സഹായിക്കും. അതുപോലെ ഡബ്ബ് ചെയ്യാനുള്ള കാര്യങ്ങളുണ്ടെങ്കിൽ സൗണ്ട് എഞ്ചിനീയർക്ക് സെക്ഷനിൽ വെച്ച് ചെയ്യാം. നാളെ ഫുൾ ഡേ നിങ്ങൾക്ക് എടുക്കാം. മറ്റന്നാൾ രാവിലെ ഓരോരുത്തരുടെയും വർക്കുകൾ നമ്മൾ പ്രൊജക്ടറിൽ പ്ലേ ചെയ്യും. സർ, അപ്പോൾ ഈ നായകനും നായികയുമോ? ദേവ എന്ന പേരുള്ള ഒരുവൻ ചോദിച്ചു. അത് ആരെ വേണമെങ്കിലും നിങ്ങൾക്ക് സെലക്ട് ചെയ്യാം. വേണമെങ്കിൽ നിങ്ങൾക്ക് തന്നെ അഭിനയിക്കുകയുമാവാം. ഇത് ജസ്റ്റ് നിങ്ങളുടെ ക്രിയേറ്റിവിറ്റി ഏത് ലെവലിലുള്ളതാണെന്ന് മനസ്സിലാക്കാൻ വേണ്ടിയുള്ള ഒരു പരീക്ഷണമാണ്. അപ്പോൾ ഓൾ ദി ബെസ്റ്റ് ഗൈസ്. 2. അന്ന് ക്ലാസ് കഴിഞ്ഞിറങ്ങുമ്പോൾ വെട്രിയും രേഷ്മയും കൂടി ഏതോ ഹിന്ദി സിനിമയ്ക്ക് പോകാനായി റാമിനെ വിളിച്ചു. ബിനീഷ് ചേട്ടനോട് മുൻകൂട്ടി പറയാതിരുന്നതിനാൽ റാം അവർക്കൊപ്പം പോകാതെ തിരികെ ഫ്ലാറ്റിലേക്ക് പോയി. ആദ്യമായിട്ടായിരുന്നു അവൻ ട്രെയിനിൽ തിരികെ ഗിണ്ടിയിലേക്ക് സഞ്ചരിക്കുന്നത്. രാവിലത്തേതിനേക്കാൾ 4 ഇരട്ടിയോളം ആളുകൾ ട്രെയിനിലുണ്ടായിരുന്നു. ഒരു വിധത്തിൽ ഉന്തിത്തള്ളി അവൻ അകത്ത് കയറിപ്പറ്റി. ട്രെയിനിൻ്റെ വാതിൽ കുറേ സ്കൂൾ പയ്യന്മാർ ജാട കാണിക്കാൻ എന്നതുപോലെ ഒറ്റ കൈയിൽ തൂങ്ങി പാതി ശരീരം പുറത്താക്കി നിൽപ്പുണ്ടായിരുന്നു. ഓരോ റെയിൽവേ സ്റ്റേഷൻ എത്തുമ്പോഴും ട്രെയിൻ സ്ലോ ചെയ്യുമ്പോൾ അവർ അരികിൽ കാണുന്ന പോസ്റ്റിലും മറ്റും കൈകൊണ്ട് തട്ടിയിട്ട് എന്തോ വലിയ കാര്യം ചെയ്ത മട്ടിൽ ആരവങ്ങൾ മുഴക്കി. ഗിണ്ടി സ്റ്റേഷനിലെത്തി ബസ് സ്റ്റാൻഡിലേക്ക് പോകുന്ന മേൽപ്പാലത്തിൻ്റെ പടികൾ കയറുമ്പോൾ റാം ചുറ്റും ഒരിക്കൽ കൂടി കണ്ണോടിച്ചു. ആ സമൂസ വിൽക്കുന്ന അമ്മച്ചിയല്ലാതെ മുഖപരിചയമുള്ള ആരെയും അവനവിടെ കണ്ടില്ല. ബസ് കയറി തിരികെ ഫ്ലാറ്റിലേക്ക് എത്തുമ്പോൾ സമയം 5:30 മണിയായിട്ടുണ്ടായിരുന്നു. അവൻ ബാഗിൽ നിന്നും ഹിജറ കൊടുത്ത ടിന്നെടുത്ത് ബിനീഷ് ചേട്ടനെയും കിരണിനെയും കാട്ടി. എന്നിട്ട് കഴിഞ്ഞ ദിവസം ഉണ്ടായ സംഭവങ്ങൾ ഉൾപ്പെടെ വിവരിച്ചു. എടാ, സാധാരണ ഇവർ ആർക്കും അങ്ങോട്ട് കാശ് കൊടുക്കാറില്ല. അവർ മനസ്സറിഞ്ഞ് തന്നാൽ നിനക്ക് ഐശ്വര്യം വരാൻ പോകുന്നു എന്നാണ് അർത്ഥം, ബിനീഷ് ചേട്ടൻ പറഞ്ഞു. ഒന്ന് പോടാ മനുഷ്യ, ഞാനിവിടെ. അവർക്ക് എന്നെ ഉപദ്രവിക്കാൻ തോന്നാൻ എന്താണ് കാര്യമെന്ന് ഓർക്കുമ്പോൾ നിങ്ങൾ ഐശ്വര്യം വരുന്ന കാര്യം പറയുന്നോ? നീ നോക്കിക്കോ, ഇനി നിൻ്റെ ലൈഫ് കളറാകും. ആ, നമുക്ക് നോക്കാം, അവൻ പരിഹാസത്തിൽ പറഞ്ഞു. എങ്കിലും അണ്ണൻ വന്ന് ഒരാഴ്ച കഴിഞ്ഞതും ഇത്രയൊക്കെ സംഭവങ്ങൾ നിങ്ങളുടെ ലൈഫിൽ സംഭവിച്ചത് ഓർക്കുമ്പോഴാണ് അത്ഭുതം. ഞാനൊക്കെ ഇവിടെ വന്നിട്ട് 2nd ഇയർ കഴിഞ്ഞപ്പോഴാണ് ആരോടെങ്കിലും വിശേഷം പറയാനെങ്കിലും വകയുണ്ടായത്. കിരൺ അത്ഭുതപ്പെട്ടു. ഇവൻ നിന്നെപ്പോലെ അല്ലല്ലോ. ജീവിതം പഠിച്ച് കഥയുണ്ടാക്കാൻ സംവിധായകനാകാനുമൊക്കെയല്ലേ ഈ നാട്ടിലേക്ക് വന്നത്. എൻ്റെ ബലമായ സംശയം ഇവൻ ഓരോരോ പുതിയ അനുഭവങ്ങൾ കിട്ടാൻ വേണ്ടി കാണുന്ന എല്ലാ പ്രശ്നത്തിലും മനഃപൂർവ്വം ചെന്ന് ചാടുകയാണെന്നാ, ബിനീഷ് ചേട്ടൻ പറഞ്ഞു. ആ, ഇനി അതുകൂടി എൻ്റെ തലയ്ക്ക് വെക്ക്. വെട്രിയും രേഷ്മയും സിനിമയ്ക്ക് വിളിച്ചിട്ട് പോലും പോകാതെ കൃത്യമായി വീട്ടിൽ വന്നെത്തിയ എന്നെ പറഞ്ഞാൽ മതിയല്ലോ. അവൻ ബിനീഷ് ചേട്ടനെ നോക്കി പരാതി പറയും പോലെ പറഞ്ഞു. എടാ മണ്ട, നീ എന്തിനാണ് നിൻ്റെ കൂട്ടുകാരുമൊത്തുള്ള നല്ല നിമിഷങ്ങൾ മിസ് ചെയ്യുന്നത്? ഞാൻ നിന്നോട് വേണ്ടാത്ത പണിക്ക് പോകരുതെന്നേ പറഞ്ഞിട്ടുള്ളൂ. അതിൻ്റെ അർത്ഥം നിൻ്റെ നല്ല നിമിഷങ്ങൾ ഇല്ലാതാക്കണമെന്നല്ല. കൊച്ചുകുട്ടിയൊന്നുമല്ലല്ലോ നീ. ഞാൻ എന്തു പറയുന്നോർത്ത് നിനക്ക് ചെയ്യാൻ തോന്നുന്ന കാര്യങ്ങളൊന്നും ചെയ്യാതിരിക്കരുത്. എവിടെ പോയാലും ഒരു മെസ്സേജ് അയച്ചിട്ടാൽ മാത്രം മതി, ബിനീഷ് ചേട്ടൻ പറഞ്ഞു. താങ്ക്സ്, റാം ഒരു ചിരി ചിരിച്ചുകൊണ്ട് പറഞ്ഞു. എന്ന് വെച്ച് നീ എങ്ങാനും തോന്നിവാസം കാണിക്കാൻ പോയാൽ നിൻ്റെ തലമണ്ട ഞാൻ അടിച്ചു പൊളിക്കും, കേട്ടല്ലോ. ഇതെല്ലാം കേട്ടുകൊണ്ട് തലയും കുലുക്കി നിന്നിരുന്ന കിരണിനെ നോക്കി അയാൾ കൂട്ടിച്ചേർത്തു. നിയമങ്ങളിൽ പക്ഷാഭേദം കാണിക്കുന്ന മനുഷ്യൻ പിശാചുകളാണ്. നിങ്ങളുടെ മേൽ തീമഴ പെയ്യുന്ന ദിവസം നിങ്ങൾക്ക് ചിറകുകൾ മുളയ്ക്കും, അവൻ പറഞ്ഞു. ഈ പ്രശ്നം നിങ്ങൾ തമ്മിൽ സംസാരിച്ച് തീർത്തോ, ഞാൻ ഫ്രഷായിട്ട് വരാം. അതും പറഞ്ഞുകൊണ്ട് റാം തടി തപ്പി. അങ്ങനെ അവൻ്റെ അന്നത്തെ രാത്രി കിരണിനൊപ്പം ബാൽക്കണിയിൽ പോയിരുന്ന് കാറ്റുകൊണ്ടും ശിവസാർ പറഞ്ഞ ഷോർട്ട് ഫിലിം ഷൂട്ട് ചെയ്യാനുള്ള കാര്യങ്ങൾ ചിന്തിച്ചും കടന്നുപോയി. 3. പിറ്റേന്ന് കണ്ണാടിയിൽ നോക്കുമ്പോൾ റാമിൻ്റെ മുഖത്ത് നിന്ന് നീര് പൂർണ്ണമായും അപ്രത്യക്ഷമായിരുന്നു. അവൻ 8 മണിക്ക് തന്നെ അയ്യപ്പൻ താങ്കലിൽ നിന്നും ബസ് കയറി. റോഡിൽ തിരക്ക് നന്നേ കുറവായതിനാൽ 9 മണിക്ക് മുന്നേ അവൻ ഗിണ്ടിയിലേക്കെത്തി. റെയിൽവേ പ്ലാറ്റ്ഫോമിലേക്കുള്ള പടികൾ ഇറങ്ങുമ്പോൾ ഒരു ട്രെയിൻ പോകാനായി ചലിച്ചു തുടങ്ങിയിരുന്നു. താൻ നേരത്തെയായതിനാൽ അതിലേക്ക് ഓടിക്കയറാൻ നിൽക്കാതെ മേൽപ്പാലത്തിൻ്റെ പടികളിലൂടെ ചാടി ഓടിയിറങ്ങി ആ ട്രെയിൻ പിടിക്കാൻ പായുന്നവരെയും വീക്ഷിച്ചുകൊണ്ട് അവൻ പ്ലാറ്റ്ഫോമിലെ ഒരു ബെഞ്ചിൽ സ്ഥാനം പിടിച്ചു. ഭൂരിഭാഗം ആളുകളും ആ ട്രെയിനിൽ കയറിപ്പോയതിനാൽ 2ാം നമ്പർ പ്ലാറ്റ്ഫോം തിരക്കില്ലാതെ ഒഴിഞ്ഞു കാണപ്പെട്ടു. റാം പതിയെ മുകളിൽ കിടന്നിരുന്ന മാർക്കർ പേന എടുത്തിട്ട് ബെഞ്ചിൽ ചാരുന്നതിന് മുകളിലായി റാം എന്ന് ചെറുതാക്കി എഴുതി. ചുവന്ന അക്ഷരത്തിൽ. അങ്ങനെ തൻ്റെ പേര് കണ്ടതും ആ റെയിൽവേ സ്റ്റേഷൻ സ്വന്തമാക്കിയതുപോലുള്ള ആത്മസംതൃപ്തിയായിരുന്നു അവന്. അപ്പോഴേക്കും വീണ്ടും പ്ലാറ്റ്ഫോമിലേക്ക് ആളുകൾ എത്തിത്തുടങ്ങി. കൂട്ടത്തിലെങ്ങും ആ ഹിജഡയെ കാണാതിരുന്നത് റാം പ്രത്യേകം ശ്രദ്ധിച്ചു. ട്രെയിൻ വിടുമ്പോൾ ചാടിക്കയറുന്നതാണല്ലോ ഇവരുടെയൊക്കെ സ്ഥിരം ശീലം.
സ്ഥിരം പോകുന്ന ട്രെയിൻ വരുമ്പോൾ വരാതിരിക്കില്ലെന്ന് അവൻ മനസ്സിലോർത്തു. ട്രെയിൻ ഹോൺ മുഴുകിക്കൊണ്ട് പ്ലാറ്റ്ഫോമിലേക്ക് വന്നെത്തിയിട്ടും ഹിജഡയെ കാണാതിരുന്നപ്പോൾ അവരിനി തൻ്റെ മുന്നിൽ വരില്ലായിരിക്കുമെന്ന് അവന് തോന്നി. നുങ്കമ്പാക്കം ഇറങ്ങി കോളേജിലേക്ക് എത്തുമ്പോൾ റിസപ്ഷൻ ടേബിളിനരികിൽ നിന്ന് ക്ലാസ്സിലെ അരുണും കാർത്തികും ആനന്ദിയെ ചീത്ത വിളിക്കുന്നത് കേട്ടു. റാം അതിലിടപെടാൻ പോയില്ല. അതൊന്നും ശ്രദ്ധിക്കാതെ അവൻ മുകളിലേക്കുള്ള പടികൾ നടന്നു കയറി. നിന്റെ തന്ത മേടിച്ച ക്യാമറയല്ലല്ലോ കൃത്യം കോളേജ് ടൈമിന് മാത്രമേ തരൂ എന്ന് പറയാൻ. ഞങ്ങൾക്ക് ആകെ ഒറ്റ ദിവസമാണുള്ളത്. കാർത്തിക് ആനന്ദിയുടെ തന്തയ്ക്ക് വിളിച്ചത് കേട്ട് പാതി വരെ സ്റ്റെപ്പ് കയറി റാം ഒന്ന് നിന്നിട്ട് വാപൊത്തി ചിരിച്ചു. എന്നിട്ട് വീണ്ടും മുകളിലേക്ക് കയറിപ്പോയി. അവൻ ക്ലാസ്സിലെത്തിയപ്പോൾ രേഷ്മ മേക്കപ്പൊക്കെ ചെയ്ത് ഏതോ മുൻനിര നടിയെപ്പോലെ കാലിന്മേൽ കാലൊക്കെ കയറ്റി വെച്ച് പുച്ഛം വാരി വിതറുന്ന ഭാവത്തിൽ ഇരിപ്പുണ്ടായിരുന്നു. എല്ലാവരുടെയും വർക്കിൽ ആ ചൂലാണ് നായിക. എൻ്റെ വർക്കിൽ അഭിനയിക്കണേൽ 189 രൂപ വേണം പോലും. റാമിനെ കണ്ടതും വെട്രി അവൻ അരികിലേക്ക് വന്നെത്തിക്കൊണ്ട് പറഞ്ഞു. 189 രൂപയോ? അതെന്താ അങ്ങനൊരു കണക്ക്? ആർക്കറിയാം, അവൾക്ക് മുഴുത്ത ഭ്രാന്തല്ലേ. ഇനി അതെന്താ അങ്ങനെയെന്ന് ചോദിച്ചിട്ട് വേണം അവളത് 500 ആക്കാൻ. അവന്മാരൊക്കെ ഓരോ ഫുഡ് ഐറ്റംസും ഫിലിമിൻ്റെ ടിക്കറ്റുമൊക്കെയാണ് അവൾക്ക് ഓഫർ ചെയ്തിട്ടുള്ളത്. എന്നിട്ട് നീ എന്ത് തീരുമാനിച്ചു? നമുക്ക് ഡാൻസ് അക്കാഡമി സെക്ഷൻ വരെ ഒന്ന് ചുറ്റി വന്നാലോ? വല്ല ഭരതനാട്യമോ കുച്ചിപ്പുടിയോ ഒക്കെ പഠിക്കുന്ന ആരെങ്കിലുമൊക്കെ കിട്ടിയാലോ? അങ്ങനെയാണെങ്കിൽ ബാക്കിയുള്ളവളുമാരൊക്കെ രേഷ്മയെ വെച്ച് ചെയ്യുന്ന സമയം കൊണ്ട് നമുക്ക് എഡിറ്റിങ്ങും കഴിഞ്ഞ് സാധനം സെറ്റാക്കാം, വെട്രി പറഞ്ഞു. എങ്കിൽ വാ. റാമും വെട്രിയും ക്ലാസ്സിൽ നിന്നും പുറത്തേക്ക് നടന്നു. അവരിരുവരും എന്തോ കുശുകുശുത്തതിന് ശേഷം താഴേക്ക് പോകുന്നത് രേഷ്മ ഇടം കണ്ണിട്ട് നോക്കുന്നുണ്ടായിരുന്നു. പാവങ്ങൾ ATMൽ പോവുകയായിരിക്കും. അവൾ അത് മനസ്സിൽ പറഞ്ഞുകൊണ്ട് വാപൊത്തി ചിരിച്ചു. റാമും വെട്രിയും കൂടി താഴത്തേക്ക് എത്തുമ്പോൾ കാർത്തികും അരുണും റിസപ്ഷനിൽ നിന്ന് ക്യാമറയും വാങ്ങി മുകളിലേക്ക് കയറി വരുന്നത് കണ്ടു. ക്യാമറ കിട്ടിയോ? റാം അവരെ കണ്ടതും ചോദിച്ചു. എന്നാ പറയാനാ മച്ച, ആ പെണ്ണിൻ്റെ അഹങ്കാരമേ. ക്ലോക്കിൽ കൃത്യം 9:30 അവൾ ക്യാമറ തന്നത്. അത് പറഞ്ഞിട്ട് അവന്മാർ മുകളിലേക്ക് കയറിപ്പോയി. വെട്രിയും റാമിനെയും കണ്ടതും ആനന്ദി ടേബിളിലേക്ക് മറ്റൊരു ക്യാമറയും അതിൻ്റെ ബാഗും എടുത്തു വെച്ചു. എങ്കിൽ പിന്നെ ക്യാമറ വാങ്ങിയേക്കാം. വെട്രി അവൾക്കരികിലേക്ക് ചെന്നു. രജിസ്റ്ററിൽ പേരെഴുതി ക്യാമറ ബാഗുമായി ഇരുവരും ഡാൻസ് അക്കാദമിയിലേക്കുള്ള പടികൾ കയറിപ്പോയി. ക്ലാസ് തുടങ്ങിയിട്ട് അത്രയും ദിവസമായെങ്കിലും ഡാൻസ് അക്കാദമിയുടെ കെട്ടിടത്തിൻ്റെ പരിസരവും അവിടുത്തെ അന്തരീക്ഷവും വെട്രിക്കും റാമിനും പുതിയതായിരുന്നു. ക്ലാസ്സുകളുടെ വരാന്തയിലൂടെ ഡാൻസ് അക്കാദമി യൂണിഫോം ധരിച്ച ചിലങ്ക കെട്ടിയ നർത്തകിമാർ തേരാപാര നടന്നുകൊണ്ടിരുന്നു. ചില ക്ലാസ്സുകളിൽ നിന്നും ക്ലാസിക്കൽ ഡാൻസ് പഠിക്കുന്നതിൻ്റെ താളവും മറ്റും ഇടയ്ക്കിടെ ഉയർന്നു കേട്ടു. ഇതിപ്പോൾ എങ്ങനെ കയറി മുട്ടുക? റാം ചുറ്റും ഒന്ന് കണ്ണോടിച്ച് നോക്കിയിട്ട് വെട്രിയോട് ചോദിച്ചു. മച്ചാ, ഇത്രയും കിടിലൻ പെണ്ണുങ്ങളൊക്കെ നമ്മുടെ കോളേജിലുണ്ടായിരുന്നു. അതെങ്ങനെ? ലഞ്ച് ബ്രേക്ക് ടൈം വരെ അവർക്കും നമുക്കും വ്യത്യാസമല്ലേ? വെട്രി നെടുവീർപ്പിട്ടു. ദേ, ആ കൊച്ചു കൊള്ളാം. വരാന്തയുടെ അറ്റത്തുള്ള ഡ്രിങ്കിങ് വാട്ടർ ടാപ്പിൽ നിന്നും വെള്ളം കുടിച്ചുകൊണ്ടിരുന്ന 2 പെൺകുട്ടികളെ കാട്ടി റാം പറഞ്ഞു. ആ ഹൈറ്റുള്ളതല്ലേ? അടിപൊളി. ഏയ് അതല്ല, മറ്റേത്. അത് വേണ്ട, ആ ഹൈറ്റുള്ളവൾ മതി. വാ, കയറിമുട്ട. റാം നോക്കുമ്പോൾ തോട്ടി പോലെ ഉയരമുള്ളതും മുടി നൂഡിൽസ് പോലെ ചുരുണ്ട് മദാമയെ പോലെ തോന്നുന്ന വെളുത്തതുമായ ഒരു പെണ്ണിനെ കണ്ടു. എന്ത് സെൻസാണോ ഇവൻ്റേത്? റാം അത് സ്വയം പറയുമ്പോഴേക്കും വെട്രി അവൾക്കരികിലേക്ക് പോയി കഴിഞ്ഞിരുന്നു. ക്യാമറ ബാഗുമായി അരികിലേക്ക് വന്നെത്തിയ വെട്രിയെ അവരിരുവരും സംശയത്തോടെ നോക്കി. കൂടെ നിന്നിരുന്ന പെൺകുട്ടിക്ക് ഉയരക്കാരിയെ അപേക്ഷിച്ച് നിറം കുറവായിരുന്നെങ്കിലും മുഖത്ത് ഒരു പ്രത്യേക ഐശ്വര്യമുണ്ടായിരുന്നു. സ്ക്രീനിൽ വരുമ്പോൾ അത് ഇനിയും കൂടുമെന്ന് റാമിന് ഉറപ്പുണ്ടായിരുന്നു. മൈ നെയിം ഈസ് വെട്രി. ഐ ആം എ DFM സ്റ്റുഡൻറ്റ്. ഞങ്ങളുടെ ഒരു ചെറിയ പ്രോജക്റ്റിലേക്ക് അഭിനയിക്കാൻ ഒരു പെൺകുട്ടിയെ വേണം. ജസ്റ്റ് അരമണിക്കൂർ മതിയാവും. ഒറ്റ സീനെ കാണൂ. ഇയാൾക്ക് അഭിനയിക്കാൻ സാധിക്കുമോ? വെട്രി ഉയരക്കാരിയെ നോക്കി ചോദിച്ചു. ഞാനോ? യെസ്. ഏതാ ഒറ്റ സീൻ? പ്രപ്പോസൽ സീനാ? ഓക്കെ, നോ പ്രോബ്ലം. ഞങ്ങൾക്കിനി ഉച്ചയ്ക്കേ പ്രാക്ടീസ് ഉള്ളൂ. നമുക്ക് ഇപ്പോൾ തന്നെ ഷൂട്ട് ചെയ്താലോ? അവൾ പറഞ്ഞത് കേട്ട് വെട്രിയുടെ മുഖം തെളിഞ്ഞു. അവൻ ചിരിച്ചുകൊണ്ട് റാമിനെ നോക്കി. ഉയരമുള്ള പെൺകുട്ടിയുടെ പേര് ചിങ്കാവി എന്നായിരുന്നു. അവളുടെ കൂട്ടുകാരിയുടെ പേര് സൗമ്യയെന്നും. വൈകാതെ തന്നെ റാമും വെട്രിയും ചേർന്ന് കോളേജിൻ്റെ മുന്നിലെ റോഡിൽ ഷൂട്ട് ചെയ്യാനുള്ള പരിപാടികൾ ചെയ്തു. ട്രൈപോഡിൽ ക്യാമറ സെറ്റ് ചെയ്യുന്നതും മറ്റും ചിങ്കാവിയും സൗമ്യയും കൗതുകത്തോടെ നോക്കി നിന്നു. റാമായിരുന്നു വെട്രിയുടെ വർക്കിന് ക്യാമറ ചെയ്യുന്നത്. എന്താണ് സീനെന്ന് വെട്രി ചിങ്കാവിക്ക് വീണ്ടും വീണ്ടും വിവരിച്ചു കൊടുത്തു. കുറഞ്ഞ സമയം കൊണ്ട് തന്നെ ചിങ്കാവിയും വെട്രിയും തമ്മിൽ വളരെയേറെ അടുത്തിരുന്നു. ആ കാര്യം റാമിനും സൗമ്യയ്ക്കും മനസ്സിലാവുകയും ചെയ്തു. റാം ആ സമയത്ത് തൻ്റെ വർക്കിൽ അഭിനയിക്കാൻ പറ്റുമോ എന്ന് സൗമ്യയോട് ചോദിച്ചു. താങ്ക് യു ചേട്ടാ, ഞാനിതെങ്ങനെ ചേട്ടനോട് ചോദിക്കുമെന്ന് ആലോചിച്ചിരിക്കുകയായിരുന്നു. ഇല്ലെങ്കിൽ ചിങ്കാവി ഇന്നെൻ്റെ തലയെടുക്കും. അല്ലെങ്കിൽ തന്നെ വിദേശത്തെ പെണ്ണുങ്ങളുടെ ലുക്കാണ് തനിക്കെന്നും പറഞ്ഞ അവളുടെ നടപ്പ്. തക്കം കിട്ടുമ്പോഴൊക്കെ എന്നെ കറുപ്പമ്മ എന്ന് വിളിച്ച് കളിയാക്കുകയും ചെയ്യും.
എൻ്റെ വീടിനടുത്താണ് അവൾ താമസിക്കുന്നത്. അവൾക്കൊപ്പം നടന്നാൽ ദിവസവും ഫ്രീ ആയിട്ട് അവളുടെ കാറിൽ കോളേജിലേക്ക് വരികയും പോവുകയും ചെയ്യാം. അതാ ഞാനിതൊക്കെ സഹിക്കുന്നത്. സൗമ്യ പറയുന്നത് കേട്ട് റാം ചിരിച്ചു. പിന്നെ വേറൊരു കാര്യം കൂടിയുണ്ട്. ആണുങ്ങളെ വളയ്ക്കുന്നതും ഉപേക്ഷിക്കുന്നതുമൊക്കെ അവളുടെ പ്രധാന ഹോബിയാണ്. ജോളിയായി ലൈഫ് ആസ്വദിച്ച് അടിച്ചു പൊളിച്ച് നടക്കുന്ന നല്ല ബ്രാൻഡഡ് ആണുങ്ങളെ കണ്ടാൽ അപ്പോൾ അവൾ വളയ്ക്കും. എന്നിട്ട് അവരെ മടുക്കുമ്പോൾ പെട്ടെന്നൊരു ദിവസം അവരുടെ സന്തോഷം ഇല്ലാതാക്കി അവരുടെ ലൈഫിൽ നിന്നും ഇറങ്ങിപ്പോരും. അതെന്താ അങ്ങനെ? റാം അത്ഭുതത്തോടെ ചോദിച്ചു. ചില പെണ്ണുങ്ങൾ സന്തോഷം കണ്ടെത്തുന്നത് അങ്ങനെയാണ് ചേട്ടാ. ചിങ്കാവിയും ആ ടീമിലുള്ളതാണ്. അല്ല, ആ ബ്രാൻഡഡ് ആണുങ്ങളെന്ന് വെച്ചാൽ? റാം സംശയത്തോടെ ചോദിച്ചു. ആണുങ്ങൾ കെട്ടുന്ന വാച്ച് തൊട്ട് ഇടുന്ന ഇന്നറിൻ്റെ ബ്രാൻഡ് വരെ സ്കാൻ ചെയ്ത് അവൾ ഒരു കണക്കിടും. 10,000 രൂപയ്ക്ക് മുകളിൽ വന്നാൽ കയറിമുട്ടും. അത് കേട്ടപ്പോൾ റാം ഒന്ന് നെറ്റിച്ചൊടിച്ചു. ഇതൊക്കെ എങ്ങനെ സാധിക്കും? വെയിറ്റ്, ഞാൻ ചേട്ടനെ സ്കാൻ ചെയ്ത് ഇപ്പോൾ ചേട്ടൻ്റെ റേറ്റ് പറയാം. അത് കേട്ടതും റാമിൻ്റെ വാ തുറന്നു പോയി. ആ സമയത്ത് സൗമ്യ അവനെ അടിമുടി നോക്കിക്കൊണ്ട് എന്തൊക്കെയോ മനക്കണക്ക് കൂട്ടി. പെട്ടെന്നൊരു സംശയം തോന്നിയതുപോലെ അവൻ്റെ മുഖത്തേക്ക് നോക്കി. ചേട്ടനിട്ടേക്കുന്ന ഇന്നർ ജോക്കിയുടെ റെഡ് ആൻഡ് ബ്ലാക്ക് കോമ്പിനേഷൻ അല്ലേ? അത് ജെട്ടിയാണോ അതോ ബോക്സറാണോ? അവളുടെ ചോദ്യം കേട്ട് റാം ഞെട്ടലോടെ തൻ്റെ വാവത്തി. ഇതെങ്ങനെ കളറൊക്കെ മനസ്സിലായി? ചേട്ടൻ, ഞാൻ ചോദിച്ചത് പറ. അവൾ കണക്കുകൂട്ടൽ ഇടയ്ക്ക് വെച്ച് നിർത്തിയത് മുഴുമിപ്പിക്കാനായി അക്ഷമയോട് ചോദിച്ചു. ജെട്ടി. റാം ചെറിയ ചമ്മലോടെ മറുപടി പറഞ്ഞു. ആ, 3400. ചേട്ടനെ എന്തായാലും അവൾ നോക്കില്ല, സൗമ്യ ആശ്വാസത്തോടെ പറഞ്ഞു. നീ ആൾ കൊള്ളാലോ. സൗമ്യ ചിരിച്ചുകൊണ്ട് അവനെ കണ്ണിറക്കി കാട്ടി. ചിങ്കാവിയുടെ കൂടെ നടന്ന് പഠിച്ചതാ ഇതൊക്കെ. പിന്നെ ആ വെട്രി ചേട്ടനോട് അവളെപ്പറ്റി പറഞ്ഞത് ഞാനാണെന്ന് പറയല്ലേ. അതെങ്ങാനും അവൾ അറിഞ്ഞാൽ നാളെ മുതൽ ഞാൻ ബസ്സിൽ തൂങ്ങി വരേണ്ടി വരും. അവൻ അത് കേട്ടും ചിരിച്ചു. വൈകാതെ വെട്രി ചിങ്കാവിയെ വെച്ചും റാം സൗമ്യ വെച്ചും തങ്ങളുടെ വർക്കുകൾ ചെയ്തു തീർത്തു. നുങ്കമ്പാക്കം റെയിൽവേ സ്റ്റേഷൻ പരിസരത്ത് വച്ചായിരുന്നു റാം തൻ്റെ വർക്ക് ഷൂട്ട് ചെയ്തത്. റെയിൽവേ സ്റ്റേഷൻ പരിസരത്തുള്ള ചില ഭിക്ഷക്കാരെയും അവൻ വർക്കിൽ അഭിനയിപ്പിച്ചു. എന്നിട്ട് അവർക്കൊക്കെ ഓരോ പൊതി ബിരിയാണി വാങ്ങിക്കൊടുക്കുകയും ചെയ്തു. ചിങ്കാവി ക്ലാസ്സിലേക്ക് തിരികെ പോകും മുമ്പ് വെട്രി തൻ്റെ ഫോൺ നമ്പറൊക്കെ കൊടുത്തിട്ടാണ് പോയത്. അവർ20 പോയതും റാം വെട്രി ഒന്ന് സ്കാൻ ചെയ്യാൻ ശ്രമിച്ചു. ജീൻസും ഷർട്ടും വാച്ചും സ്കാൻ ചെയ്തപ്പോൾ തന്നെ അവൻ്റെ റേറ്റ് 10,000 കടന്നു. വെട്രി, നിൻ്റെ ഇന്നർ ഏതാ ബ്രാൻഡ്? എന്താ അതിൻ്റെ റേറ്റ്? റാമിൻ്റെ ചോദ്യം കേട്ട് അവൻ വല്ലാത്ത രീതിയിൽ റാമിനെ നോക്കി. അതിന് ബ്രാൻഡില്ല, കോണകമാ. എന്തേ? വെട്രി മറുപടി പറഞ്ഞു. ഹാ, എന്ത് കോണകമാണെങ്കിലും നിൻ്റെ കാര്യം പോക്കാം, റാം ഒരു നെടുവീർപ്പിട്ടുകൊണ്ട് പറഞ്ഞു. റാമും വെട്രിയും കൂടി കോളേജിലേക്കുള്ള ഇട റോഡിലൂടെ നടന്നു വരുമ്പോൾ അല്പം ദൂരെയായി കാർത്തിക് ആനന്ദിയുടെ മുടിക്ക് കുത്തിപ്പിടിച്ച് അവളുടെ ചെകിട്ടത്ത് കൈവലിച്ചടിക്കുന്നത് കണ്ടു. 9. അടിപൊളി, അവൾക്ക് അങ്ങനെ തന്നെ വേണം. ആനന്ദിക്ക് അടി കിട്ടുന്നത് കണ്ടതും വെട്രി ആവേശത്തോടെ പറഞ്ഞു. റാം ഒരു നിമിഷം പകച്ചു നിന്നുപോയി. ക്യാമറ കൊടുക്കാത്തതിന് കാർത്തിക് ആനന്ദിയുടെ തന്തയ്ക്ക് വിളിച്ചപ്പോഴേ ഒരടി റാം പ്രതീക്ഷിച്ചിരുന്നു. പക്ഷേ നല്ല ഉയരവും വണ്ണവും ഒക്കെയുള്ള കാർത്തികിനെ അതുപോലെ ആളില്ലാത്ത സ്ഥലത്ത് വിളിച്ചു കൊണ്ടുപോയി ആനന്ദി തല്ലാൻ ധൈര്യപ്പെടുമെന്ന് അവൻ ഒട്ടും കരുതിയില്ല. ഡാ വെട്രി, വാ, നമുക്ക് അവനെ പോയി പിടിച്ചു മാറ്റാം. അവൻ്റെ ഒരു കൈക്കില്ല അവൾ. അതും പറഞ്ഞുകൊണ്ട് മുന്നോട്ട് പോകാൻ തുടങ്ങിയ റാമിനെ വെട്രി പിടിച്ചു വെച്ചു. നിനക്ക് എന്തിൻ്റെ കേടാടാ? 2 എണ്ണം കിട്ടട്ടെ അവൾക്ക്. അങ്ങനെയെങ്കിൽ ഇച്ചിരി അഹങ്കാരം കുറയട്ടെ, അവൻ സന്തോഷത്തോട് പറഞ്ഞു. റാം നോക്കുമ്പോൾ അടികൊണ്ട ആനന്ദി കിതച്ചുകൊണ്ട് സമീപത്തെ മതിൽ ചാരി നിൽക്കുകയാണ്. കാർത്തിക് ദേഷ്യം തീരാതെ അവളെയും നോക്കി പല്ല് കടിച്ച് സമീപത്ത് തന്നെ നിൽപ്പുണ്ട്. ഇതേസമയം റോഡിലൂടെ ഒരു പോലീസ് വണ്ടി സാവധാനത്തിൽ കടന്നെത്തി. അപ്രതീക്ഷിതമായി പോലീസിനെ കണ്ടതും കാർത്തിക് പെട്ടെന്ന് പരിഭ്രമിച്ചു. പക്ഷേ ആനന്ദി ഒന്നും സംഭവിക്കാത്തതുപോലെ അവൻ്റെ കാമുകിയെ പോലെ മുഖത്ത് ഒരു പുഞ്ചിരിയുമായി മതിലിൽ ചാരി നിന്നു. ആനന്ദിയുടെ ഇടത് കവിൾത്തടം ചുവന്നുതിർത്തു കാണപ്പെട്ടു. പോലീസ് വണ്ടി കണ്ടതും റോഡിൻ്റെ ഒരു ഭാഗത്ത് നിന്നിരുന്ന വെട്രിയും റാമും വേഗത്തിൽ ക്യാമറ ഓണാക്കി അതിലടുത്ത വീഡിയോ പ്ലേ ചെയ്ത് അതും നോക്കി എന്തോ ചർച്ച ചെയ്യും പോലെ നിന്നു. പോലീസ് കാർത്തികിനെയും ആനന്ദിയെയും ഒന്ന് നോക്കിയ ശേഷം മുന്നോട്ട് വന്ന് റാമിൻ്റെയും വെട്രിയുടെയും അരികിൽ ജീപ്പ് ചവിട്ടി നിർത്തി. എന്നടാ എങ്കെ? നത്തിങ് സാർ, നാങ്ക அந்த ഫിലിം സ്കൂൾ സ്റ്റുഡൻസ് പ്രോജക്റ്റുക്കാകെ ഫോട്ടോഗ്രാഫി പണിയിർക്ക്, വെട്രി തപ്പിത്തടഞ്ഞുകൊണ്ട് പറഞ്ഞു. വെട്രിയും റാമിനെയും അടിമുടി ഒന്ന് നോക്കിയ ശേഷം ജീപ്പ് മുന്നോട്ട് പോയി. പോലീസ് പോയതും അവരിരുവരും ആനന്ദിയും കാർത്തികും നിന്നിരുന്ന സ്ഥലത്തേക്ക് നോക്കി. അപ്പോഴവർ കണ്ട കാഴ്ച ആനന്ദി മുന്നോട്ടാഞ്ഞ് അവൻ്റെ പാൻസിൻ്റെ സിബിൻ്റെ സ്ഥാനത്ത് മുഷ്ടി ചുരുട്ടി ഒരു ഇടി കൊടുക്കുന്നതാണ്. അപ്രതീക്ഷിതമായി കിട്ടിയ ആ ഇടിയിൽ കാർത്തിക് നിലത്ത് നിന്നും ഉയർന്നു ചാടിപ്പോയി. അവൻ തിരികെ ഭൂമിയിൽ കാല് തൊടുവിക്കും മുമ്പ് അവൻ്റെ കഴുത്തിൻ്റെ ഇരുവശത്തും ആനന്ദി കൈപ്പത്തി കൊണ്ട് ഓരോ വെട്ടും വെട്ടി. നിലത്ത് മുട്ടുകുത്തി വീണ അവൻ്റെ ചെകിട്ടത്ത് ഒരടി കൂടി കൊടുത്തിട്ട് അവൻ മുടിക്ക് കുത്തിപ്പിടിച്ചപ്പോൾ തെറിച്ചുപോയ തൻ്റെ ഹെയർ ക്ലിപ്പ് നിലത്ത് നിന്ന് തിരികെ എടുത്ത് മുടി കെട്ടിവെച്ചുകൊണ്ട് ഒന്നും സംഭവിക്കാത്ത രീതിയിൽ അവൾ കോളേജിൻ്റെ ദിശയിലേക്ക് നടന്നുപോയി.
പോകുന്ന വഴിക്ക് വെട്രിയും റാമിനെയും ഒന്ന് തിരിഞ്ഞു നോക്കുകയും ചെയ്തു. വെട്രി കണ്ണു വീഴ്ച റാമിനെ നോക്കി. അവളുടെ പ്രകടനം കണ്ട് റാമിൻ്റെ വായ തുറന്നു പോയിരുന്നു. നീ അന്ന് തിരിച്ചടിക്കാതിരുന്നത് എന്തുകൊണ്ടും നന്നായി മച്ച, വെട്രി ആശ്വാസത്തോടെ പറഞ്ഞു. ആനന്ദി പോയതും റാമും വെട്രിയും കൂടി കാർത്തികിനരികിലേക്ക് ഓടിച്ചെന്നു. അവൻ റോഡിൽ നിലത്തേക്ക് കമിഴ്ന്ന് ഇരിക്കുകയായിരുന്നു. ഇരുവരും ചേർന്ന് അവനെ പിടിച്ചുപൊക്കി സമീപത്തെ മയിൽക്കുറ്റിയിൽ കൊണ്ടുപോയിരുത്തി. അരമണിക്കൂറോളം കഴിഞ്ഞതിന് ശേഷമാണ് കാർത്തികിന് നടക്കാൻ സാധിച്ചത്. പക്ഷേ അവൻ്റെ തല അങ്ങോട്ടോ ഇങ്ങോട്ടോ തിരിക്കാൻ കഴിയാത്ത വിധം കഴുത്ത് ഉളുകിപ്പോയിരുന്നു. കാർത്തിക് അവിടെ ഇരുന്ന് തന്നെ അവൻ്റെ കൂട്ടുകാർ ആരോയ്ക്ക് ഫോൺ ചെയ്ത് വിളിച്ചു വരുത്തിയിട്ട് അയാൾക്കൊപ്പം ഒരു വിധത്തിൽ ബൈക്കിൽ കയറിപ്പോയി. വെട്രിയും റാമും കോളേജിലേക്ക് തിരികെ എത്തി. ക്ലാസ്സിലേക്കുള്ള പടികൾ കയറി പോകുമ്പോൾ റിസപ്ഷനിലിരിക്കുന്ന ആനന്ദിയെ ഒന്ന് നോക്കുക പോലും ചെയ്തില്ല. ക്ലാസ്സിലെ ഭൂരിഭാഗം പേരും ഷൂട്ട് ചെയ്ത തങ്ങളുടെ വർക്കുകൾ എഡിറ്റ് ചെയ്യാനും മറ്റുമായി വീഡിയോ എഡിറ്റിംഗ് ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് പോയിരുന്നു. റാമും വെട്രിയും അവിടേക്ക് ചെല്ലുമ്പോൾ ഓരോ കമ്പ്യൂട്ടറിനരികിലും അവർക്ക് പിറകെ ഷൂട്ട് ചെയ്തവർ എഡിറ്റ് ചെയ്യാൻ ക്യൂവിൽ നിൽക്കുകയായിരുന്നു. രേഷ്മയും അവളുടെ വർക്ക് എഡിറ്റ് ചെയ്യിപ്പിക്കാൻ അവിടെയുണ്ടായിരുന്നു. വെട്രിയെയും റാമിനെയും കണ്ടപ്പോൾ അവൾ മുഖം തിരിച്ചു കളഞ്ഞു. ഡാൻസ് അക്കാഡമിയിലെ പിള്ളേരെ വെച്ച് വർക്ക് ചെയ്തത് ദേഷ്യമാണ് അവൾക്കെന്ന് അവർക്ക് ഇരുവർക്കും പിടികിട്ടി. ഞാൻ വീട്ടിൽ ചെന്നിട്ട് എൻ്റെ ലാപ്പിൽ തന്നെ എഡിറ്റ് ചെയ്തോളാമിടാ, അവിടുത്തെ തിക്കും തിരക്കും കണ്ട് വെട്രി പറഞ്ഞു. നിനക്ക് വീഡിയോ എഡിറ്റിംഗ് ഒക്കെ അറിയാമോ? ഇങ്ങനെയൊക്കെയല്ലേ പഠിക്കുന്നത്, നീ വരുന്നുണ്ടോ? വേണേൽ നിനക്കും എഡിറ്റ് ചെയ്തു തരാം. എൻ്റെ പൊന്നെണ്ണ, നമ്മളില്ലേ, ഞാൻ ഇവിടെ ഇരുന്ന് എഡിറ്റൊക്കെ ചെയ്ത് പതിയെ വീട്ടിലേക്ക് പൊയ്ക്കോളാം. അങ്ങനെ ക്യാമറയിൽ നിന്നും വീഡിയോ ഫയലുകൾ തൻ്റെ പെൻഡ്രൈവിലേക്ക് കോപ്പി ചെയ്തിട്ട് വെട്രി വീട്ടിലേക്ക് പുറപ്പെട്ടു. 2 ഏകദേശം 5 മണി കഴിഞ്ഞിരുന്നു റാമിൻ്റെ വീഡിയോ എഡിറ്റ് ചെയ്ത് കിട്ടുമ്പോൾ. നുങ്കമ്പാക്കം റെയിൽവേ സ്റ്റേഷനിലെത്തിയപ്പോൾ ഒരു ട്രെയിൻ പുറപ്പെടാനായി നിൽപ്പുണ്ടായിരുന്നു. കുറേ ആളുകൾക്കൊപ്പം അവനും കമ്പാർട്ട്മെൻറ്റിലേക്ക് ഇടിച്ചു കയറി. ഒരു വിധത്തിൽ തിക്കിയും തിരക്കിയും 15 മിനിറ്റ് കഴിഞ്ഞപ്പോൾ അവർ ഗിണ്ടിയിലിറങ്ങി. ആളുകളുടെ ഒഴുക്കിനൊപ്പം മേൽപ്പാലത്തിൻ്റെ പടികൾ കയറാൻ തുടങ്ങിയപ്പോൾ അവനെ ശല്യം ചെയ്യാറുള്ള ഖിജഡ അവളുടെ കൂട്ടുകാരുമൊത്ത് റാം പേരെഴുതിയിട്ട സിമൻ്റ് ബെഞ്ചിൽ എന്തൊക്കെയോ പറഞ്ഞ് ചിരിച്ചുകൊണ്ടിരിക്കുന്നതാണ് കണ്ടത്. ഒരു നിമിഷം എന്തോ ചിന്തിച്ച ശേഷം അവൻ അങ്ങോട്ട് നടന്നു ചെന്നു. ഏയ് ഷൂ, അവൻ അവളെ ലക്ഷ്യം വെച്ച് വിളിച്ചു. കൈവരിയിലും നിലത്തുമൊക്കെയായി അതുപോലെയുള്ള 13ഓളം ഹിജഡകൾ ഇരിപ്പുണ്ടായിരുന്നു. കാണാൻ തെറ്റില്ലാത്ത ഒരു താടിക്കാരൻ പയ്യൻ വിളിക്കുന്നത് കേട്ട് അവർ 13 പേരും ഒരുപോലെ തിരിഞ്ഞു നോക്കി. അതിൽ ഒരാളുടെ മുഖമൊഴികെ ബാക്കി എല്ലാവരുടെയും മുഖത്ത് ഒരു ചിരി പടർന്നു. എന്നടാ കണ്ണാ, അതിൽ നല്ല തടിച്ച ശരീരമുള്ള ഒരു ഹിജഡ വശ്യമായ രീതിയിൽ ചോദിച്ചു. ഞാൻ ആ ആളെയാണ് വിളിച്ചത്, റാം അവന് പരിചയമുള്ള ഹിജഡയെ ചൂണ്ടിക്കാണിച്ചിട്ട് പറഞ്ഞു. എടി മല്ലി, നിന്നെ അവന് വേണ്ടത്, തടിച്ച ഹിജഡ കളിയാക്കുന്ന തരത്തിൽ ഉറക്കെ പറഞ്ഞു. അത് കേട്ട് ബാക്കിയുള്ളവർ പൊട്ടിച്ചിരിച്ചു. മല്ലി, റാം അവരുടെ പേര് മനസ്സിലാക്കിയ രീതിയിൽ മെല്ലെ സ്വയം പറഞ്ഞു. അവൻ അന്തമാതിരി പയ്യൻ കിടയാത്. അത് പറഞ്ഞുകൊണ്ട് മല്ലി നിലത്തു നിന്നും എഴുന്നേറ്റ് റാമിനരികിലേക്ക് നടന്നു ചെന്നു. എന്നെ വേണം, അവർ കടുപ്പത്തിൽ ചോദിച്ചു. അടിയ മല്ലി, ரொம்ப നല്ല പയ്യൻ, അപ്പടിയൊന്നും പേസിടാതെ. വീണ്ടും പിന്നിൽ നിന്നും തടിച്ച ഹിജഡയുടെ കമൻറ്റ് കേട്ടു. ഒപ്പം ബാക്കിയുള്ളവരുടെ പൊട്ടിച്ചിരിയും. വാങ്ക്. മല്ലി റാമിനെ വിളിച്ചുകൊണ്ട് അല്പം കൂടി മാറി നിന്നു. എന്തിനാ എന്നെ തേടി വന്നത്? അവൾ ചോദിച്ചു. ഞാൻ നിങ്ങളെ എന്താണ് വിളിക്കേണ്ടത്? റാം തിരിച്ചു ചോദിച്ചു. അത് ചോദിക്കാനാണോ നീ വന്നത്? അല്ല, ഇന്നലെ എനിക്ക് തന്ന ടിന്നിൽ എൻ്റെ കയ്യിൽ നിന്ന് എടുത്ത പണത്തിനേക്കാൾ കൂടുതലുണ്ടായിരുന്നു. അതെന്തിനാ? അതിലൊരു പേപ്പറിൽ ഞാൻ എഴുതിയിരുന്നല്ലോ. എനിക്ക് തമിഴ് എഴുതാനും വായിക്കാനും അറിയില്ല. ഐ ആം ഫ്രം കേരള. റാം അതിൽ എഴുതിയിട്ടുള്ള കാര്യങ്ങൾ അറിയാത്ത മട്ടിൽ പറഞ്ഞു. അത് നിൻ്റെ സെന്തമിഴ് കേട്ടപ്പോഴേ മനസ്സിലായി. മല്ലി പറഞ്ഞത് കേട്ട് റാം ഒന്ന് ചിരിച്ചു. എത്ര വയസ്സുണ്ട് നിനക്ക്? അവൻ ചോദിച്ചു. അറിഞ്ഞിട്ട് എന്തിനാണ്? എങ്കിലും പറ പ്ലീസ്. മല്ലി ഒരു നിമിഷം ചിന്തിച്ച് ശേഷം മറുപടി പറഞ്ഞു. 23. ആഹാ, അപ്പോൾ നമ്മൾ സെയിം ഏജ് ആണല്ലോ. ഞാനോർത്ത് നീ എന്നേക്കാൾ മൂത്തതാകുമെന്ന. അതിന് മല്ലി മറുപടിയൊന്നും പറഞ്ഞില്ല. പകരം അവനെ ശ്രദ്ധിക്കാതെ ദൂരേക്ക് നോക്കി നിന്നു. നിന്നെ ആദ്യം കണ്ടപ്പോൾ ഞാനോർത്തത് നീ ശരിക്കും ഒരു പെണ്ണ് തന്നെയാണെന്ന. അതിനും മല്ലി മറുപടി പറയാതെ നിന്നു. ഇനിയെങ്കിലും പറഞ്ഞാൽ അവൾ മുൻപത്തെ പോലെ പൊട്ടിത്തെറിച്ചാലോ എന്നോർത്തുകൊണ്ട് റാം ബാഗ് തുറന്ന് റബ്ബർ ബാൻഡ് കൊണ്ട് ചുറ്റിയ നിലയിൽ വച്ചിരുന്ന മല്ലി കൊടുത്ത പണമെടുത്ത് അവളുടെ നേർക്ക് നീട്ടി. എനിക്കിത് വേണ്ട, അവൻ പറഞ്ഞു. ഞാനത് നിനക്ക് ഷർട്ട് വാങ്ങാൻ വേണ്ടി തന്നതാ. അവൾ പണത്തിലേക്ക് ഒരു നോട്ടം നോക്കിക്കൊണ്ട് പറഞ്ഞു. എനിക്കെന്തിനാ നിങ്ങൾ ഷർട്ട് വാങ്ങി തരുന്നത്? ഞാനല്ലേ നിൻ്റെ ഷർട്ട് കീറിയത്. അപ്പോൾ ഞാനാണ് അതിൻ്റെ നഷ്ടം നികത്തേണ്ടത്. ഓഹോ, എങ്കിൽ ഈ പൈസയ്ക്ക് പീറ്റർ ഇംഗ്ലണ്ടിൻ്റെ ഷർട്ട് എവിടെ കിട്ടുമെന്ന് കൂടി പറ. അവൻ അവളുടെ കണ്ണുകളിലേക്ക് നോക്കി ചോദിച്ചു. ആ ചോദ്യത്തിൽ അവളൊന്ന് പതറിപ്പോയി. ഓ, ഷർട്ടിന് അത്രയും കാശ് പോരല്ലേ? അത് പറഞ്ഞിട്ട് അവൾ ഇടുപ്പിലായി കുത്തി വെച്ചിരുന്ന പണം സൂക്ഷിക്കുന്ന സാരത്തുമ്പിൻ്റെ കെട്ടഴിക്കാൻ തുടങ്ങി. വേണ്ട വേണ്ട, നീ എൻ്റെ കൂടെ വന്ന് ഈ ഷർട്ട് വാങ്ങി തരണം.
പണം നീ നേരിട്ടങ്ങ് കൊടുത്താൽ മതി. ഇവിടെ ടി നഗറിൽ നല്ല കടകളുണ്ടെന്ന് കേട്ടിട്ടുണ്ട്. നീ ഫ്രീ ആണെങ്കിൽ നമുക്ക് ഇപ്പോൾ തന്നെ പോയേക്കാം. റാം പറഞ്ഞത് കേട്ട് മല്ലി ഞെട്ടലോടെ അവനെ നോക്കി. ഞാൻ നിൻ്റെ ഒപ്പം കടയിൽ വന്ന് നിനക്കുള്ള ഷർട്ട് വാങ്ങാനോ? അതെ, എന്താ? ഫ്രീ ആണെങ്കിൽ മതി, ഇല്ലെങ്കിൽ മറ്റൊരു ദിവസം. അതിന് മറുപടി പറയാതെ മല്ലി തിരിഞ്ഞ് തൻ്റെ കൂട്ടുകാരെ നോക്കി. അവർ 12 പേരും അവരിരുവരെയും നോക്കി ഇരിപ്പുണ്ടായിരുന്നു. ആ സമയത്ത് 2-ാം നമ്പർ പ്ലാറ്റ്ഫോമിൽ ടി നഗർ വഴി പോകുന്ന ഒരു ട്രെയിൻ സാവധാനത്തിൽ വന്നു നിന്നു. ഞാനിപ്പോൾ വരാം. അത് പറഞ്ഞിട്ട് മല്ലി കൂട്ടുകാർക്കരികിലേക്ക് വേഗത്തിൽ നടന്നുപോയി. എന്നിട്ട് അവനോടൊപ്പം ടി നഗറിലേക്ക് പോവുകയാണെന്ന് പറഞ്ഞിട്ട് അവൻ അരികിലേക്ക് തന്നെ ധൃതിയിൽ തിരികെ വന്നു. വാ പോകാം. പുറപ്പെടാൻ കിടക്കുന്ന ട്രെയിനിലേക്ക് നോക്കി അവൾ പറഞ്ഞു. ഓയ് പയ്യ, നിൻ്റെ പേരെന്താ? മല്ലിയും റാമും ട്രെയിനിലേക്ക് കയറാൻ തുടങ്ങിയപ്പോൾ ബെഞ്ചിലിരുന്ന തടിച്ച ഹിജട ഉറക്കെ വിളിച്ചു ചോദിച്ചു. റാം അവൻ ട്രെയിനിലേക്ക് ഒരു ചുവട് വച്ച ശേഷം തിരിഞ്ഞു നോക്കിക്കൊണ്ട് പറഞ്ഞു. അവർ അവനെ നോക്കി ഒന്ന് പുഞ്ചിരിച്ചു. മല്ലി എന്നു പേരുള്ള അവരെ തനിക്കൊപ്പം വിളിക്കുമ്പോൾ എന്താണ് തൻ്റെ മനസ്സിലെന്ന് റാമിന് പോലും തിട്ടമുണ്ടായിരുന്നില്ല. ഒരു ഹിജടയുടെ ഒപ്പം നടക്കുമ്പോൾ സ്വാഭാവികമായും ആളുകൾ തെറ്റിദ്ധരിക്കും, ശ്രദ്ധിക്കുമെന്നുമൊക്കെ അവൻ ഉറപ്പുണ്ടായിരുന്നു. എങ്കിലും ഒരു നിമിഷം അവൻ അതെല്ലാം മറന്ന് അവളെ തനിക്കൊപ്പം കൂട്ടി. ഗിണ്ടിയിലെ 1 മിനിറ്റ് ദൈർഘ്യമുള്ള നിർത്തിയിടലിന് ശേഷം ട്രെയിൻ വീണ്ടും മുന്നോട്ട് ഓടിത്തുടങ്ങി. മല്ലിക്ക് ഒരുപാട് നാളുകൾക്ക് ശേഷം താൻ ഒരു ലക്ഷ്യം വച്ച് ട്രെയിനിൽ സഞ്ചരിക്കുന്നത് പോലെ തോന്നി. ട്രെയിൻ മാമ്പളം റെയിൽവേ സ്റ്റേഷനിൽ എത്തിയതും സ്റ്റേഷൻ്റെ തൊട്ടരികിലുള്ള ചെന്നൈയിലെ ഏറ്റവും തിരക്കേറിയ തെരുവുകളിലൊന്നായ ടി നഗറിലേക്ക് അവരിരുവരും പരസ്പരം ഒന്നും സംസാരിക്കാതെ നടന്നു. ടി നഗറിൽ 200ഓളം കടകളുണ്ടായിരുന്നു. തിരക്കുകൾക്കിടയിലൂടെ നടക്കുമ്പോൾ മല്ലി ഇടയ്ക്കിടെ റാം ഒപ്പം തന്നെ ഉണ്ടെന്ന് ഉറപ്പുവരുത്തിക്കൊണ്ടിരുന്നു. ഇവിടെ വെച്ച് ആരെങ്കിലും നഷ്ടപ്പെട്ടു പോയാൽ കണ്ടുകിട്ടാൻ പ്രയാസമാണ്. താൻ ഇടയ്ക്കിടെ അവനെ നോക്കുന്നത് അവൻ കണ്ടെന്ന് മനസ്സിലാക്കിയപ്പോൾ മല്ലി പറഞ്ഞു. നിനക്ക് ആരെങ്കിലും അങ്ങനെ നഷ്ടപ്പെട്ടിട്ടുണ്ടോ? അവൻ ആ ചോദ്യം ചോദിച്ചപ്പോൾ മല്ലി ഒന്ന് നിന്നതിനു ശേഷം വീണ്ടും നടത്തം ആരംഭിച്ചു. ആ കടയിൽ കയറാം. സാമാന്യം തെറ്റില്ലാത്ത ഒരു കട കണ്ടതും റാം അഭിപ്രായപ്പെട്ടു. അഭിപ്രായം ഒന്നുമില്ലാത്ത രീതിയിൽ മല്ലി അവനെ അനുഗമിച്ചു. കടയിൽ അത്യാവശ്യം തിരക്കുണ്ടായിരുന്നു. റാമും മല്ലിയും കൂടി കടയ്ക്കുള്ളിലേക്ക് ചെന്നപ്പോൾ കടയിൽ ജോലിക്ക് നിന്നിരുന്നവർ ഉൾപ്പെടെ തുണി വാങ്ങാൻ വന്നവരൊക്കെ അവരിരുവരെയും നോക്കി ഓരോ സ്വകാര്യങ്ങൾ പറഞ്ഞു. റെയിൽവേ സ്റ്റേഷൻ പരിസരത്ത് നിന്നും ആളുകൾ ഒത്തുകൂടുന്ന അവരുടെ ഇടങ്ങളിലേക്ക് ചെന്നപ്പോൾ ഒരു ദുർബലയായി മാറിയതുപോലെ മല്ലിക്ക് തോന്നി. അവൾ ആരെയും നോക്കാതെ റാമിൻ്റെ മറപറ്റി നിന്നു. റാമും അവളുടെ ശൗര്യം ചോർന്നു പോയത് തിരിച്ചറിഞ്ഞു. ഷർട്ടിൻ്റെ സെക്ഷൻ ചോദിച്ചു മനസ്സിലാക്കി അവൻ അവളെയും കൂട്ടി അങ്ങോട്ടേക്ക് പോയി. കടയിൽ ജോലിക്ക് നിൽക്കുന്ന യുവാക്കളിൽ ഒരാൾ ഓരോരോ ഷർട്ടുകൾ അവർക്ക് കാണിച്ചു കൊടുത്തു. റാമിൻ്റെ കീറിപ്പോയ അതേ മോഡൽ ഷർട്ട് അവിടെ ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് തനിക്ക് ഇണങ്ങുന്ന മറ്റൊരു ഷർട്ട് തിരഞ്ഞെടുക്കുവാൻ മല്ലിയോട് അവൻ ആവശ്യപ്പെട്ടു. അതോടെ ആ ഷർട്ട് പ്രശ്നം അവസാനിക്കട്ടെ എന്ന് കരുതി മല്ലി എതിരഭിപ്രായം ഒന്നും പറയാതെ ഷർട്ട് തിരഞ്ഞെടുക്കുവാൻ അവനെ സഹായിച്ചു. കൂട്ടത്തിൽ കറുപ്പിൽ വെളുത്ത ചെക്കുകളുള്ള ഒരു ഷർട്ട് മല്ലിക്കും റാമിനും ഒരുപോലെ ഇഷ്ടപ്പെട്ടു. അത് പാക്ക് ചെയ്യാൻ കൊടുത്ത ശേഷം സാരികളുടെ സെക്ഷനിലേക്ക് മല്ലിയും കൂട്ടി അവൻ പോയി. എൻ്റെ ഒരു കൂട്ടുകാരിക്ക് കൊടുക്കാനായി ഒരു സാരി സെലക്ട് ചെയ്യാമോ പ്ലീസ്? അവൻ അപേക്ഷിക്കുന്ന തരത്തിൽ ചോദിച്ചു. ആദ്യം വിസമ്മതിച്ചെങ്കിലും റാമിൻ്റെ നിർബന്ധപ്രകാരം കാണാൻ ഭംഗിയുള്ള ഒരു സാരി കൂടി മല്ലി തിരഞ്ഞെടുത്തു. ആ സെക്ഷനിൽ സാരി വാങ്ങാൻ നിന്നിരുന്ന പല സ്ത്രീകളും ചെറുപ്പക്കാരികളായ പെൺകുട്ടികളും റാമിനെയും മല്ലിയെയും നോക്കി അടക്കി പിടിച്ച് ചിരിച്ചു. മല്ലി താൻ ഒന്നും കണ്ടില്ലെന്നും കേട്ടില്ലെന്നും നടിച്ച് റാമിനരികിൽ തന്നെ മറപറ്റി നിന്നു. ഷർട്ടിൻ്റെ വിലയുടെ ബാക്കി പണം തനിക്ക് തന്നാൽ മതിയെന്ന് പറഞ്ഞിട്ട് റാം തൻ്റെ ഡെബിറ്റ് കാർഡ് വഴി ബില്ലടച്ചു. ഒടുവിൽ ആ കടയിൽ നിന്നും വെളിയിലേക്ക് വന്നതും മല്ലിക്ക് വല്ലാത്ത സ്വാതന്ത്ര്യം ലഭിച്ചതുപോലെ അനുഭവപ്പെട്ടു. നമുക്കൊരു ജ്യൂസ് കുടിച്ചാലോ? അവൻ കൗതുകത്തോടെ ചോദിച്ചു. ഇനിയും നിനക്ക് നാണം കെട്ട് മതിയായില്ലേ? അവൾ ദേഷ്യത്തോടെ ചോദിച്ചു. എന്ത് നാണക്കേട്? എനിക്ക് പ്രോബ്ലമില്ല, നിനക്കും പ്രോബ്ലമില്ല, പിന്നെ ഇവിടെ ആർക്ക് പ്രോബ്ലം? അതിന് മല്ലി മറുപടി പറഞ്ഞില്ല. അധികം തിരക്കില്ലാത്ത ഒരു പ്രായമായ ആൾ നടത്തുന്ന കടയിലേക്ക് റാം മല്ലിയെയും കൂട്ടിപ്പോയി. 2 ലസ്സി ഓർഡർ ചെയ്ത ശേഷം ഇരുവരും ഒരു ടേബിളിന് ഇരുവശത്തുമായിരുന്നു. ഞാൻ കോളേജിൽ ചെയ്ത ഒരു വർക്ക് നിന്നെ കാണിച്ചോട്ടെ? റാം ചോദിച്ചു. എന്ത് വർക്ക്? ഞാൻ സിനിമയാണ് പഠിക്കുന്നത്, അതുമായി ബന്ധപ്പെട്ട് ചെയ്ത വർക്കാ, ഒന്ന് കണ്ടു നോക്ക്. അത് പറഞ്ഞിട്ട് റാം തൻ്റെ മൊബൈലിൽ അവൻ സൗമ്യ വെച്ച് ചെയ്ത വർക്ക് പ്ലേ ചെയ്തു. വീഡിയോയിൽ ദിവസവും വൈകിട്ട് റെയിൽവേ സ്റ്റേഷനിൽ നിന്നും ഇറങ്ങി വരുന്ന ഒരു പെൺകുട്ടിയെ എന്നും പിന്തുടരുന്ന പയ്യനായി വെട്രി അഭിനയിച്ചിരിക്കുന്നു. സ്റ്റേഷൻ്റെ മേൽപ്പാലം ഇറങ്ങി വരുമ്പോൾ പടികളിലിരിക്കുന്ന 4ഓളം ഭിക്ഷക്കാർക്ക് ഓരോ പൊതി ഭക്ഷണം കൊടുത്ത ശേഷമാണ് ആ പെൺകുട്ടി ദിവസവും ഇറങ്ങി വരാറുള്ളത്. ഒരു നാൾ പിന്തുടരുന്ന അവനോട് അവൾ ആ സത്യം വെളിപ്പെടുത്തി. താൻ ഒരു ഹിജഡയാണെന്നും ട്രെയിനിൽ ആളുകളുടെ മുന്നിൽ കൈനീട്ടുന്നതാണ് തൻ്റെ തൊഴിലെന്നും അവൾ അവനോട് പറഞ്ഞു.
പിറ്റേന്ന് നായകന് അല്പം പോലും മനംമാറ്റമുണ്ടാവാതെ ദിവസവും അവളെയും കാത്തു നിൽക്കുന്ന അതേ ഇടത്തിൽ നിൽക്കുന്നത് കാണുമ്പോൾ അവൾ ഞെട്ടുന്നു. താൻ സ്നേഹിച്ചത് നിന്റെ മനസ്സിനെയാണെന്നും അവൾക്ക് സമ്മതമാണെങ്കിൽ അവളെ സ്വീകരിക്കാൻ താൻ ഒരുക്കമാണെന്നും നായകൻ പറയുമ്പോൾ അവളുടെ കണ്ണുകൾ നിറയുകയും അവൻ്റെ ഇഷ്ടത്തിന് സമ്മതം മൂളുകയും ചെയ്യുന്നു. 2 മിനിറ്റ് ദൈർഘ്യമുള്ള ആ വീഡിയോ കണ്ടു കഴിഞ്ഞതും മല്ലിയുടെയും കണ്ണുകൾ നിറഞ്ഞു. എങ്ങനെയുണ്ട്? നാളെ കോളേജിൽ കാണിക്കാനുള്ളതാ. ഇതിന് നിനക്കാ നന്ദി പറയേണ്ടത്. ഈയൊരു ത്രെഡ് തോന്നാൻ കാരണം നീ അന്ന് എന്നെ പിന്തുടർന്നു വന്ന ആ ഒരൊറ്റ സംഭവം കൊണ്ട് മാത്രമാണ്, റാം ആവേശത്തോടെ പറഞ്ഞു. മല്ലി ഒന്ന് ചെറുതായി പുഞ്ചിരിക്കുക മാത്രം ചെയ്തു. അപ്പോഴേക്കും സമയം 7:30 കഴിഞ്ഞിരുന്നു. അതുവരെയും അവനെ കാണാതിരുന്നതിനാൽ ബിനീഷ് റാമിൻ്റെ ഫോണിലേക്ക് വിളിച്ചു. വരാൻ അല്പം താമസിക്കുമെന്ന് പറഞ്ഞ ശേഷം അവൻ കോൾ കട്ടാക്കി. ലസ്സി കുടിച്ച ശേഷം മല്ലിയും റാമും ചേർന്ന് തിരികെ മാമ്പളം സ്റ്റേഷനിലേക്ക് നടന്നു. ഇത് നിനക്കാണ്. നടത്തത്തിനിടയിൽ കയ്യിലിരുന്ന കവറുകളിൽ സാരിയിരുന്ന കവർ മല്ലിക്ക് കൊടുത്തുകൊണ്ട് റാം പറഞ്ഞു. നിന്റെ കൂട്ടുകാരിക്കെന്നല്ലേ നീ പറഞ്ഞത്? മല്ലി അത് വാങ്ങാൻ കൂട്ടാക്കാതെ ചോദിച്ചു. നീ ഇപ്പോൾ എൻ്റെ കൂട്ടുകാരിയാണല്ലോ. അതും എനിക്ക് പ്രോജക്റ്റ് ചെയ്യാൻ ത്രെഡ് തന്ന കൂട്ടുകാരി. ആ കടയിൽ നിന്ന് പറഞ്ഞാൽ നീ അത് സമ്മതിക്കില്ലെന്നറിയാം. അതാ ഞാൻ കള്ളം പറഞ്ഞത്. സോറി. അവൻ വീണ്ടും അഭ്യർത്ഥിക്കുന്ന തരത്തിൽ നിർബന്ധിച്ചപ്പോൾ അവൾ ആ കവർ വാങ്ങിപ്പിടിച്ചു. ശേഷം ഒന്നും മിണ്ടാതെ അവനൊപ്പം പ്ലാറ്റ്ഫോമിലേക്ക് നടന്നു. എന്താ എന്നെ കണ്ടാൽ ഉപദ്രവിക്കാൻ തോന്നുമെന്ന് പറഞ്ഞത്? പ്ലാറ്റ്ഫോമിൽ ട്രെയിൻ കാത്തിരിക്കുമ്പോൾ റാം ചോദിച്ചു. അത് കേട്ട് മല്ലി അവനെ നെറ്റിച്ചുളിച്ചൊന്ന് നോക്കി. തമിഴ് അറിയില്ല എന്ന് പറഞ്ഞിട്ട് അപ്പോൾ അതും കള്ളമായിരുന്നോ? എനിക്കല്ലേ തമിഴ് അറിയാതുള്ളൂ. ആദ്യം ഞാൻ ചോദിച്ചത് പറ. അവൻ്റെ ചോദ്യം കേട്ട് ഒരു നിമിഷം അവൾ നിശബ്ദയായിരുന്നു. എന്നിട്ട് അവൻ്റെ മുഖത്തേക്ക് നോക്കി. നീ കാണിച്ച ആ വീഡിയോയിൽ പോലെ ഒരാൾ എൻ്റെ ജീവിതത്തിലുമുണ്ടായിരുന്നു. ഒരു താടിക്കാരൻ. കണ്ടാൽ നിന്നെപ്പോലെ തന്നെ ഇരിക്കും. അവൾ അവൻ്റെ മുഖത്തെ ഓരോ ഭാഗത്തേക്കും നോക്കി നിർവികാരതയോടെ പറഞ്ഞു. പ്രിയ കൂട്ടുകാരെ, കഥ നിങ്ങൾക്ക് ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റിൽ രേഖപ്പെടുത്താനും മറക്കരുതേ. ഈ കഥയുടെ ബാക്കി ഭാഗവുമായി ഞാൻ വരും വരേക്കും നിങ്ങൾക്കെല്ലാവർക്കും വിട.